നമസ്തേ. ഏപ്രിൽ 7 അതായത് ഇന്ന് ലോകാരോഗ്യ ദിനം. അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ എന്നതാണ് ഇക്കൊല്ലത്തെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രചരണ സന്ദേശം. ലോകാരോഗ്യ ദിനത്തിൻ്റെ തലേന്നാണ് മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ പ്രസവത്തിനിടെ 35 വയസ്സ് പ്രായമുള്ള കൊപ്പറമ്പിൽ അസ്മ മരണപ്പെട്ടത്. ഇവരുടെ 5ാം പ്രസവത്തിനിടയിലെ ദാരുണ മരണം അയൽക്കാർ പോലും അറിഞ്ഞില്ല. മൃതദേഹം പായയിൽ പൊതിഞ്ഞാണ് അസ്മയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയത്. പ്രസവ സമയത്ത് ശരീരത്തിലെ രക്തം പോലും തുടച്ചു മാറ്റാത്ത നിലയിലായിരുന്നു നവജാത ശിശു. മതപ്രഭാഷകനും ആത്മീയ ചികിത്സകനും എന്നവകാശപ്പെടുന്ന സിറാജുദ്ദീൻ്റെ ഭാര്യയാണ് മരണപ്പെട്ട അസ്മ. ശരീഅത്ത് പ്രസവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പരസ്യ പ്രചരണം നൽകി പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയെപ്പറ്റിയും ഇതറിഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് പുലർത്തുന്ന നിസ്സംഗതയെപ്പറ്റിയും ഈയിടെയാണ് ഞങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്തത്. തികച്ചും മനുഷ്യത്വഹീനവും നിയമവിരുദ്ധവുമായ വീട്ടിലെ പ്രസവങ്ങൾക്ക് അറുതി വരുത്തേണ്ടതല്ലേ? ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ഉപാധ്യക്ഷ ഡോക്ടർ നുസ്രത്ത് ജഹാൻ, സാമൂഹ്യ പ്രവർത്തക ജാമിദ ടീച്ചർ, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇടതുമുന്നണിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ജാമിദ ടീച്ചറിൽ നിന്ന് ആരംഭിക്കുകയാണ്. ടീച്ചറെ, വൈദ്യശാസ്ത്രത്തോടും മരുന്നുകളോടും വിമുഖത കാണിച്ചുകൊണ്ടുള്ള വീട്ട് പ്രസവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 2019 മുതൽ 2024 സെപ്റ്റംബർ വരെ 2931 വീട്ട് പ്രസവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2023-24 വർഷത്തിൽ മാത്രം 523 പ്രസവങ്ങൾ നടന്നു. ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. 2019-2020 467, 2020-21 576, 2021-22 586, 2022-23 579, 2023-24 523. ഇങ്ങനെയാണ് വീട്ടുപ്രസവങ്ങളുടെ നിരക്ക്. ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, 1337 എണ്ണം. ഇത്തരം പ്രസവങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകരമാണെങ്കിലും ബോധവൽക്കരണം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം, ബോധവൽക്കരണം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വീട്ടുപ്രസവങ്ങൾ നടത്തുന്ന പ്രത്യേക സംഘങ്ങൾ സോഷ്യൽ മീഡിയകൾ വഴി ഇത്തരം പ്രസവങ്ങൾക്ക് പ്രചാരം നൽകുന്നുണ്ട്. അസ്മയുടെ ദാരുണ മരണത്തിൽ നിന്നെങ്കിലും ആരോഗ്യവകുപ്പ് പാഠങ്ങൾ ഉൾക്കൊള്ളുമോ? നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമോ അതല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമോ അല്ല. ഇതിന് പിന്നിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയുണ്ട്. എല്ലാ സംഘടനയിലും പെട്ട നേതാക്കൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരു മുജാഹിദ് പ്രഭാഷകന്റെ വീഡിയോ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രസവത്തിന് ഒരിക്കലും ആശുപത്രിയിലേക്ക് വിടേണ്ടതില്ല, ആശുപത്രിയിലേക്ക് വിട്ടാല് അത് ഷിർക്കാണ് എന്നാണ് പറയുന്നത്. അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. അള്ളാഹു ഒന്നിനും കൊള്ളാത്തവനാണ്. അതുകൊണ്ട് എന്തൊക്കെയോ ഡിഫക്റ്റുകളോടുകൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിന് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് അറിയാത്തത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുന്നവരാണ് ഈ ചികിത്സയ്ക്ക് പോകുന്നത്, പ്രസവത്തിന് പോകുന്നത് എന്നൊക്കെ പറയുന്നത്. ഞാൻ നമ്പ്യാർക്ക് വീഡിയോ അയച്ചു തരാം. അപ്പോ ഇത് മലപ്പുറം ജില്ലയില് തിരൂര് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കൾട്ട് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് മുമ്പ് ആകെ നമ്മൾ മാത്രമാണ് ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് ചർച്ച ചെയ്തു പോയത്. അക്യൂഷ് എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ച്.
6 മാസം ഇവർ എന്തൊക്കെയോ കസർത്തുകൾ അവിടെ പഠിപ്പിക്കുന്നു. അതിനുശേഷം അവർക്ക് ഡിഗ്രി കൊടുക്കുന്നു. അതിന്റെ നമ്മൾ ഡോക്ടർ എന്ന് ചേർക്കുന്നത് പോലെ അവരുടെ പേരിനോടൊപ്പം ACCU എന്ന് വെക്കുന്നു. ഇത് നിരുത്തരവാദപരമായി ഇവർക്ക് എന്തും കൈകാര്യം ചെയ്യാനുള്ള ഇവർക്കൊരു ഡോക്ടറേറ്റ് നൽകുകയാണ്. വേറെ പല ട്രെൻഡും ആയിട്ട് ആളുകൾ കരുതുന്നത് ഒരു മുസ്ലിം യാഥാസ്ഥിക വിഭാഗമായിട്ടുള്ള സുന്നി, അതല്ലെങ്കിൽ കാന്തപുരം വിഭാഗം, ഇവരൊക്കെ മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നാണ്. അല്ല, നവോത്ഥാന ചിന്തകരാണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന മുജാഹിദ് ഗേൾസ് മൂവ്മെന്റ് പോലെയുള്ള സംഘടനകളുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഒരു മുജാഹിദ് മൗലവി ഈ ചികിത്സക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹം കണ്ണടയിൽ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതായിരിക്കുമല്ലോ. ആധുനിക ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് നിഷേധിക്കുക, ശരിയായ ചികിത്സ അവർക്ക് ലഭിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന, തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത, വിവരമില്ലാത്ത ഒരു ജനതയുടെ തലയിൽ ഇത് രക്തസാക്ഷിത്വമാണ് എന്ന് പറഞ്ഞ് കെട്ടിവെക്കുന്നു. ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായ ആളുകൾ മനസ്സിലാക്കാത്ത ഒരു വസ്തുതയുണ്ട്. ഇവരെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യില്ല. ഈ അസ്മ മരിച്ചത് ഇതുകൊണ്ട് തന്നെയാണോ എന്ന് എങ്ങനെ അറിയാം? പിന്നെ വീട്ടിലെ പ്രസവം ഇവര് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഇവർക്ക് അലിഫ് പോലെയൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളിൽ ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് അവിടെ പഠിക്കാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമൊന്നുമല്ല അവര്, കാരണം അവർ 6-ാം നൂറ്റാണ്ടിലേക്ക് നടന്നു കൊണ്ടുപോകുക. വീട്ടിലെ പ്രസവം പണ്ടത്തെ കാലഘട്ടത്തിലെ അത്തരം പ്രസവം തിരികെ കൊണ്ടുവരാനും, അതുപോലെ സ്ത്രീയുടെ ശരീരം ഡോക്ടർമാര് കാണും, അത് കാണരുത്, അങ്ങനെ നൂറ്റാണ്ടുകൾ പുറകോട്ട് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർക്ക് അവാർഡ് കൊടുത്ത് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം ഈ പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ശക്തമായ രൂപത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ വിഷയം അഡ്രസ് ചെയ്തപ്പോഴെങ്കിലും ഈ വിഷയം കുറച്ച് ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു അസ്മ ഇന്നുണ്ടാകുമായിരുന്നില്ല. നമ്മൾ അന്ന് കണ്ടത് ഒരു ഗ്രാജുവേഷൻ സെറമണിയാണ് എന്നാണ് ആൾക്കാർ കരുതിയത്. പക്ഷെ വീട്ടിൽ പ്രസവിച്ച ആളുകൾക്ക് അക്യൂപങ്ചർ ചികിത്സാ രീതി പ്രകാരം വീട്ടിലെ പ്രസവം നടന്ന ആളുകൾക്ക് അവാർഡ്, ഈ അവാർഡ് വാങ്ങാൻ ഇപ്പോൾ അസ്മയില്ല. 5 മക്കൾ അനാഥരാകുകയും ചെയ്തു. 35-ാമത്തെ വയസ്സിലെ 5-ാമത്തെ പ്രസവം. അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് അവരെ എടുത്ത് കിണ്ടി വെളിയിൽ ഇടാൻ വേണ്ടിയിട്ട് കാക്ക കണ്ട ഒരു തന്ത്രം മാത്രമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അയാൾക്ക് അടുത്തത് കെട്ടാം, കുഴപ്പമില്ല. ഭാര്യ മരിച്ചു, 6 മണിക്ക് ഭാര്യ മരിച്ചു എന്ന് ബോധ്യപ്പെട്ടു. 9 മണി വരെ മിണ്ടാതിരുന്നു, കാരണം ബോധ്യപ്പെടണം. അപ്പോഴാണ് അയാൾക്ക് പണി പാളി എന്ന് മനസ്സിലായത്. ഉടനെ തന്നെ മൃതദേഹം മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആശുപത്രിക്കാരെ അറിയിക്കാനോ അതല്ലെങ്കിൽ പോലീസുകാരെ അറിയിക്കാനോ ഒന്നുമല്ല, ഉടനെ തന്നെ പായയിൽ പൊതിയാൻ. ഇയാൾ അവിടെ തന്നെ 6 മണ്ണിനകത്ത് കബറടക്കാത്തത് ഭാഗ്യം, അത് വാടക വീടായതുകൊണ്ടായിരിക്കും. 2 ആഴ്ച മുമ്പ് മാനസിക രോഗികളായിട്ടുള്ള കുറെ എണ്ണമാണ് സ്റ്റേജിൽ കയറി ആദരിക്കപ്പെട്ടത്. അതായത് ഒരാളെ കൊന്നിട്ടാണെങ്കിലും സാരമില്ല, അവർക്ക് അവാർഡുകൾ വേണം, അവർക്ക് ശരീരത്ത് നിയമം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. ഇതിന് സർക്കാരോ കോടതിയോ ഒന്നും ഇടപെടണ്ട. ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് എന്ന് നമുക്കറിയാം. ഒരു യുവതിയെ കൊലയ്ക്ക് കൊടുത്തിട്ട് 5 കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ട് ഇവർ രക്തസാക്ഷിയായത്രേ. അസ്മയ്ക്ക് രക്തസാക്ഷിയായി എന്ന് പറഞ്ഞിട്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയില്. വീട്ടിലെ പ്രസവം പ്രചാരകരുടെ ചതിയിൽ വീഴുന്നതിൽ അധികവും സ്ത്രീകളാണ്. ഈ സ്ത്രീകളൊന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമേ ഉള്ളൂ, എനിക്ക് ആശുപത്രിയിൽ പോകണം. പക്ഷെ അതിനും അവരുടെ ഗഡ്സ് പണയം വയ്ക്കപ്പെട്ടിരിക്കുവാണ്. കല്യാണത്തിന് പോകണമെന്നല്ലല്ലോ, ഗാനമേളയ്ക്ക് പോകണമെന്നല്ലല്ലോ അവര് പറയുന്നത്. അവർക്ക് മനുഷ്യാവകാശപരമായി നിഷേധിക്കപ്പെടാത്ത, അവർക്ക് ഈ രാജ്യത്ത് ആശാപ്രവർത്തകർ സമീപിച്ചപ്പോഴും അവരോട് ഗർഭിണിയല്ല എന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ, കാരണം അവരുടെ ബുദ്ധി ഇയാൾ തീരുമാനിക്കും അവരാർക്ക് വോട്ടിടണം, അവരേത് വസ്ത്രം ധരിക്കണം, അവരെന്ത് ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് പുരുഷനാണ്. കാരണം പുരുഷന്റെ കാൽപാദത്തിനടിയിലാണ് സ്ത്രീയുടെ സ്വർഗം എന്ന് മുസ്ലിം സമൂഹം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തില് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ മാത്രമേ പറ്റൂ. ഇപ്പൊ ഇയാൾക്ക് എന്ത് കിട്ടി? ഇയാൾക്ക് സുഖമായിട്ട് ഇപ്പൊ 2-3 ദിവസം മാത്രം ഇയാളുടെ വാർത്ത കാണും. അത് കഴിഞ്ഞാല് നമ്മുടെ സമുദായമാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമ്മുടെ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, ഒരാളുടെ ന്യൂനത അടുത്ത ആള് പറയരുത്. എന്തായാലും അസ്മയ്ക്ക് അത്ര മാത്രമേ ജീവനുള്ളൂ. പഠിച്ചവന്റെ കല എത്തി. ടീച്ചറെ, ഇയാൾ അറിയപ്പെടുന്ന മതപ്രഭാഷകനും ആത്മീയ ചികിത്സകനൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചികിത്സക്ക് വിധേയരായിട്ടുള്ളവരുടെ അവസ്ഥയൊന്ന് പരിശോധിക്കണം കേട്ടോ.
അതെ, ഇയാള് അന്ധവിശ്വാസിയാണ്. CM മടവൂരൗലിയ എന്ന് പറഞ്ഞാൽ മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞ് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇയാളുടെ മലബാർ കാഫിലെ ഉള്ളത്. മടവൂർ കാഫിലെ ആണെങ്കിലും മലബാർ കാഫിലെ ആണെങ്കിലും നമുക്കൊന്നുപോലെ തന്നെയാണ്. അപ്പൊ ഇവരെ നൈസായിട്ട് കൊല്ലുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആരവകാശപ്പെടും? ആരാവശ്യപ്പെടും? ഏത് കാരണത്താലാണ് ഇവര് മരിച്ചത് എന്ന് എങ്ങനെ അറിയാം? മരണം സംഭവിച്ച കാര്യം പോലീസിനെ അറിയിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി പായയിൽ പൊതിയുക, പെരുമ്പാവൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. കാരണം അയാൾക്ക് യാതൊരു ചലനവുമില്ല. അയാൾക്കറിയാം ഇത് ഇത്രയൊക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്ന്. അയാളുടെ സ്വന്തം വീടാണെങ്കിൽ 6 അടി മണ്ണില് അയാൾ അവിടെ തന്നെ കബറടക്കുകയും ചെയ്യും, ഒരു സംശയവും. അങ്ങനെ ബന്ധുക്കൾക്കാണ് ഈ മരണത്തിൽ സംശയം തോന്നിയതും ഇത് വാർത്തയായതും. എത്രയോ കുട്ടികൾ വീട്ടില് സുന്നത്ത് കർമ്മം ചെയ്തിട്ട് അമിത രക്തസ്രാവം വന്ന് മരിക്കുന്നില്ലേ? എത്ര എണ്ണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഇനി ഈ പരാതി ഈ വീട്ടുകാരെ സ്വാധീനിക്കുന്നത് പള്ളി കമ്മിറ്റിക്കാർ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞു പോയി പോട്ടെ. നമുക്ക് ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇന്നോവ കുളിക്ക് ഒരു ഷെഫീഖ് ഖാസിമി ഉണ്ടായിരുന്നു പത്തനാപുരത്ത്. അയാൾ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെയാണ് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് തോട്ടത്തിൽ കൊണ്ടുപോയത്. ആ സമയത്ത് തൊഴിലുറപ്പുകാർ കണ്ടു, അതുകൊണ്ട് മാത്രം ആ കുട്ടി രക്ഷപ്പെട്ടു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ പിന്നീട് ഇയാൾക്ക് അനുകൂലമായിട്ട് മൊഴി പറയാനും ഇയാളെ ജാമ്യത്തിൽ എടുക്കാനും പോയത് ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ ഭാര്യയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇനി അസ്മയുടെ ബന്ധുക്കൾ തന്നെ ഇയാൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. കാരണം അവർ കൺവിൻസ്ഡ് ആവും. ഇപ്പോ 1.5 വർഷമായിട്ടേ ഉള്ളൂ ഇവര് വാടകയ്ക്ക് താമസിക്കുന്നത്. തൊട്ടടുത്ത വീട്ടുകാരുമായിട്ട് പോലും യാതൊരു ബന്ധവുമില്ല. ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഉസ്താദും കുടുംബവും ഈ വീട്ടിൽ എത്ര കുട്ടികളുണ്ട് എന്ന് പോലും അവർക്ക് ആർക്കും അറിയില്ല. ഇവര് വല്ലപ്പോഴും സ്കൂൾ ബസ്സിലേക്ക് കുട്ടികളെ വിടാൻ വരുമ്പോൾ മാത്രമാണ് അയൽവാസികൾ അറിയുന്നത് പോലും. ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല. ഇവര് ഗർഭിണിയായിരുന്ന സമയത്ത് ഇവർക്ക് ഫോളിക് ആസിഡ് പോലെയുള്ള ഒരു ട്രീറ്റ്മെന്റും ഇവർക്ക് ലഭിച്ചിട്ടില്ല, ഒരു പരിചരണവും ലഭിച്ചിട്ടില്ല. ഈ വീട്ടിനകത്ത് 5 കുട്ടികളിൽ ഒരു കുട്ടി മരിച്ചാൽ എങ്ങനെ നമ്മൾ അറിയും? കാരണം ഇവിടെ 5 കുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യം തൊട്ടടുത്ത അയൽക്കാർക്ക് പോലും അറിയില്ല. ആദ്യത്തെ 1 2 അങ്ങോട്ട് ആശുപത്രിയിലാണ് നടന്നത് എന്ന് പറയുന്നു. 4ാമത്തെ പ്രസവം വീട്ടിലാണ് നടന്നത് എന്ന് പറയുന്നു. 5ാമത്തെ പ്രസവം വീട്ടിൽ പ്രസവിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇവരൊക്കെ ഞരമ്പ് രോഗികളാണ്. സ്ത്രീകളെ കണ്ടാൽ ഉടനെ തന്നെ ഉദ്ധാരണം ഉണ്ടാകുന്ന ഇവര് മറ്റുള്ള പുരുഷന്മാരെയും ഇതേ രൂപത്തിൽ തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടത് ഈ മുസ്ലിം പുരുഷന്മാരിൽ നിന്ന് തന്നെയാണ്. ഈ മുസ്ലിം സമുദായത്തിനിടയിൽ വീട്ടിലെ പ്രസവത്തില് ശക്തമായ രൂപത്തിൽ കൺവിൻസിങ്ങും അതുപോലെ കൗൺസിലിങ്ങും നടക്കുന്നുണ്ട്. നമുക്ക് ആശുപത്രികൾ വേണ്ട, അലോപ്പതി ചികിത്സാ സമ്പ്രദായങ്ങൾ നമുക്ക് വേണ്ട, നമുക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ ആ കോണകത്തിലേക്ക് ഒരു തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നിഗൂഢത നിറഞ്ഞ സിറാജുദ്ദീന്റെ ജീവിതം നമ്മൾ അസ്മയിലൂടെയല്ലേ ഇപ്പൊ തിരിച്ചറിയുന്നത്? അതല്ലെങ്കിൽ ആരറിയും? ഇതുപോലെ എത്ര അസ്മമാർ ഇനിയും ഉണ്ടാകും, എത്ര സിറാജുദ്ദീൻ ഉസ്താദുമാർ ഇനിയും ഉണ്ടാകും. അയൽക്കാര് പോലും പറയുന്നു ഇവരെ ഞങ്ങൾ കാണാറേ ഇല്ല, ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും. ഇനിയിപ്പോ ഈ സ്ത്രീയുടെ പ്രസവമായി വീട്ടുകാരെ പോലും അറിയിക്കുന്നില്ല എന്നതാണ് ശരി. പൂർണ്ണ ഗർഭിണിയായ ഈ സ്ത്രീക്ക് ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്ന് പോലും അയാൾക്ക് ഭയമില്ല. കാരണം ഇവരൊക്കെ ശക്തമായിട്ടുള്ള അന്ധവിശ്വാസികൾ മാത്രമല്ല, 1 പോയാൽ ഇവർക്ക് 4 അത്രേ ഉള്ളൂ. ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ സ്ത്രീക്കാണെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ. ഈ അക്യൂപങ്ക്ചർ പഠിച്ചു ഇവരെന്ന് പറയുന്നു. എത്രയോ ദമ്പതികൾ ഈ രൂപത്തില് പ്രസവം വീട്ടിലെടുത്തിട്ട് മരിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളെ പോലെയുള്ള ആളുകൾ വന്ന് ശക്തിയുക്തം ഇക്കാര്യം പറയുന്നത് കൊണ്ട് മാത്രമല്ലേ ഒരു വിഭാഗം ആളുകളെങ്കിലും ഒന്ന് അടങ്ങുന്നത്. ഇത് വാർത്തയായി പോകും, ഒരു ചർച്ചയായി പോകും, നമ്മളെ മറ്റുള്ളവർ കല്ലെറിയും, വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടും അടങ്ങി ഒതുങ്ങി പോകുന്ന ആളുകളുണ്ട്. ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ജനലിലൂടെ മാത്രമാണ് അത്രേ അസ്മയെ കണ്ടിട്ടുള്ളത് എന്ന് അപ്പുറത്തുപുറത്തുള്ളവർ പറയാണ്. അവസാനമായിട്ട് ജനുവരിയിലാണ് ഒരു ആശാവർക്കർ ഇവരെ കാണുന്നത്. എന്നിട്ടാണ് ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നത്. അല്ലെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാതെ ആശാവർക്കർ തിരിച്ചു പോകുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അവർ വാതിൽ തുറക്കാതെ ജനലിൽ കൂടെയാണ് ഫോൺ നമ്പർ വാങ്ങിയത് പോലും. ഒരാവശ്യത്തിനും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന റെയ്ഹാനത്ത് എന്ന് പറയുന്ന സ്ത്രീയാണ് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും അസ്മയ്ക്ക് തിരിച്ച് സംസാരിക്കാൻ ഒന്നും ഉണ്ടാകാറില്ല, പ്രതികരിക്കാറില്ല എന്ന് അംഗൻവാടി അധ്യാപികയായ KK വല്ലി അവരാണ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്. മതപരമായ വിശ്വാസങ്ങൾ കാണിച്ചാണ് ഇവർ ആരോഗ്യ കേരളത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ പോയാൽ രാസലഹരി കൊടുത്ത് കൊല്ലുമത്രേ. ഗർഭിണികളെ മരുന്ന് നൽകി അവര് രോഗികളാക്കി മാറ്റുമത്രേ. എക്സ്റേയും സ്കാനിങ്ങും പോലെയുള്ള സംഭവങ്ങൾ കുട്ടികളുടെ തലച്ചോറിനെ ബാധിക്കുമത്രേ. അതുകൊണ്ട് ആശുപത്രിയിലെ ചികിത്സ പാടില്ലത്രേ. പുരുഷന്മാര് സ്ത്രീകളുടെ ഔറത്ത് കാണും, അതുവഴി നമ്മൾ ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നത,
ശരീരം കാണും, അതുവഴി നമ്മൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇതൊക്കെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്യുമ്പോൾ, ഞാനും ഈ മതത്തിനകത്ത് നിന്ന ആളാണ്, ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇതിനകത്തെ നാറ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. പൊട്ടക്കിടറ്റിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് പുറത്തുള്ള ലോകം എത്ര വിശാലമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഡോക്ടർമാരായിട്ടുള്ള അന്യപുരുഷന്മാര് പ്രസവം എടുക്കുന്ന സമയത്ത് സ്ത്രീകളെ തൊടും. രണ്ടിലധികം കുട്ടികൾ ഉണ്ടായോ അവരെ ഗർഭധാരണം നിർത്താൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. ഇതൊക്കെയാണ് ഇയാളുടെ വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങൾ. ഇതാണ് ഇതിന് പരിഹാരമായിട്ട് ഇവർ നിർദ്ദേശിക്കുന്നത്. എന്താ? വീട്ടിൽ പ്രസവം മതി, ആരോഗ്യ പ്രവർത്തകരോട് സഹകരിക്കേണ്ടതില്ല. ഒന്നാമത്തെ കാര്യം, ഇവർ കാഫിറായിട്ടുള്ള പെണ്ണുങ്ങളാണ്, അന്യപുരുഷന്മാരാണ്. അപ്പോ ശിശു മാതൃ മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നതുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നത് ഓരോ 1000 ജനതയിലും 5 മരണമാണ് സംഭവിക്കുന്നതെന്നാണ് കേരളത്തിലെ കണക്ക്. അപ്പൊ ഇവര് വിചാരിച്ചു ഇത്രയധികം ലളിതമാണ് ഇതൊക്കെ എന്നാണ് ഇവര് വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന ആരോഗ്യ മേഖലയാണ് മുന്നോട്ട് വെക്കേണ്ടത്. വീട്ടിലെ പ്രസവം കാരണം മരണപ്പെടുന്ന ആളുകളുടെ പോസ്റ്റർ അടിച്ച് ഈ മുസ്ലിം വീടുകളിൽ തന്നെ ശക്തമായ രൂപത്തിൽ ഒരു കൗൺസിലിങ്ങുകൾ, കൺവിൻസിങ്ങുകൾ നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. മരുന്ന് വെക്കാൻ മാത്രമല്ല, അങ്ങനെയൊക്കെയുള്ള ന്യായവാദങ്ങൾ ഇവര് ചോദിക്കുന്നു. ആശുപത്രിയിൽ പോയാൽ മരിക്കുന്നില്ലേ? ഹെൽമെറ്റ് ഇട്ടിട്ട് ആക്സിഡന്റ് ഉണ്ടായി മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇതൊക്കെ ഒരു ന്യായമാണോ? കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കൂ. സർക്കാർ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടന്നാൽ മാത്രമേ നമ്മൾ ഈ സംസാരിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വൈകിയാണെങ്കിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കുമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശ്രീമതി നുസ്രത്ത് ജഹാൻ, മലപ്പുറത്തെ പറ്റി ഒരക്ഷരം ഇപ്പം പറയാൻ പറ്റില്ല. വലിയ പ്രബുദ്ധത അവകാശപ്പെടുന്ന മലപ്പുറത്താണ് ദാരുണമായിട്ടുള്ള ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇതിനെ ഒരു മരണം എന്ന് പറയാനാവില്ല, ഇതൊരു കൊലപാതകം തന്നെയാണ്. മാത്രമല്ല, നോക്കൂ, ഈ അക്കിഷ് എന്ന് പറയുന്ന സംഘടന ഒരുപക്ഷെ നാളെ ഈ സിറാജുദ്ദീൻ ഉസ്താദിനെ ആദരിച്ചെന്ന് വരാം. അദ്ദേഹത്തെ വലിയ വലിയ പുരസ്കാരങ്ങളാണ് കാത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ പ്രസവ ജിഹാദ് പ്രസവം എന്ന് വിളിക്കാം. നമുക്ക് ഇതിനാണ് ജിഹാദ് പ്രസവം നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ. കാരണം ഇത് ശരീഅത്തിന്റെ കൂടെ പോവാന്ന് പറയണത്, ഈ ശരീഅത്ത്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ശരീഅത്ത് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട. ശരീഅത്തിലൂടെ പോയി പ്രസവിച്ചാല് ഇവരുടെ ഓരോ ഇവര് പ്രസവിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിന് ഇവരുടെ അടുത്ത പ്രസവത്തിനുള്ള ഉദ്ധാരണ ശേഷി നശിപ്പിക്കും മുസ്ലിം ആണെങ്കിൽ എന്നാണ് ഒരു പഠിച്ച് ഞാൻ കേട്ടത്. അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടായി പോവും, മുസ്ലിങ്ങൾക്ക് കുട്ടികൾ ഇല്ലാതാവാനുള്ള ഹിന്ദു ഡോക്ടേഴ്സ് കാണിക്കും. അപ്പൊ ഹിന്ദു ആയ ഡോക്ടറുടെ അടുത്ത് പോവാണ്ടക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിങ്ങൾ കുറെ ഹോസ്പിറ്റലുകൾ തുറന്നത്. അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങളുടെ അടുത്ത് പോവാൻ പാടും. ഒരു ആശുപത്രിന്റെ പരസ്യം അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഹലാലായ പ്രസവം, എല്ലാത്തിലും ഹലാല്. അപ്പൊ ഇതിനൊന്നും നമ്മൾക്ക് ചിരിക്കാന്നല്ലാതെ ഒന്നും പറയാൻ അറിയുന്നില്ലാത്ത ഒരവസ്ഥയിലാണ് പോണത്. അപ്പൊ ഈ സിറാജുദ്ദീന് ഇത് കാണിച്ചത്, സിറാജുദ്ദീന് അത് ഒരു സ്മൂത്തായ ഒഴിവാക്കലാണിത്. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ കണ്ട അനുഭവത്തിലൂടെ പലതും ഞാൻ മനസ്സിലാക്കിയ കാര്യം. നമ്മൾ ചോദിക്കും, മുസ്ലിം സ്ത്രീകളെ ഈ പർദ്ദട്ട് ഗിഫ്റ്റ് കൊടുത്ത്, ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്ത് പർദ്ദട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത 15 വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത്. ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല. അപ്പൊ എന്താ അറിയോ, ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നത്. ഇങ്ങനെ പർദ്ദട്ട് മൂടി, ഇങ്ങനെ അവരുടെ ബോഡി ഷേപ്പ് വരെ മാറിയിട്ടുണ്ടാവും. ആ പെണ്ണ് ആ പർദ്ദ ഇല്ലാതെ ഒരു കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പെണ്ണിന്റെ കോലം എങ്ങനെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് പ്രസവം എന്ന് പറഞ്ഞാൽ 10 പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ചോദിക്കും അത്രേ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് കൈ പൊക്കുമ്പോഴാണ് സ്വർഗത്തിലെ ലീഡർ ആവാനാണ് 10 പ്രസവിക്കുന്നത്. അതൊക്കെ പറയണത്, ഇതൊക്കെയാണ് ഇവരെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഈ 35 വയസ്സിനുള്ളിൽ ഈ സ്ത്രീ, ഈ യുവതി എങ്ങനെ 5 പ്രസവം താങ്ങി എന്നുള്ളതാണ്. അത് ഇനിയിപ്പോ ജീവിച്ചിരിക്കേണ്ടെങ്കിൽ ഒരു 10 പ്രസവിക്കും, 45-46 ആവുമ്പോ. അങ്ങനെ എത്രയോ 10 പെറ്റവരെ എനിക്കറിയാം. അപ്പൊ ആ 10 പെറ്റാല് സ്വർഗത്തിൽ 10 പെറ്റവരുണ്ടോ എന്നാ ചോദിക്കുക. അതാണ് മദ്രസിൽ സ്ഥാനമില്ല നുസ്രത്തെ അങ്ങനെ വരുമ്പോ.
നബിയുടെ ഭാര്യ ആയിഷയ്ക്ക് സ്ഥാനമില്ല, ഒന്നും പ്രസവിച്ചിട്ടില്ല. അതാണ്, അവിടെയാണ് അത് കുഴപ്പം. പിന്നെ ഈ ഭംഗിയൊക്കെ പോകുമ്പോ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി 16-കാരിനെ കാണുമ്പോ ഈ ഉസ്താദുമാർക്ക് ഒന്നുകിൽ അവരെ രോഗി, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച കുട്ടികള്. ഉസ്താദ് മാത്രല്ല കേട്ടോ, ഇതുപോലത്തെ ചിന്താഗതിയുള്ള എല്ലാ മുസ്ലിം ആണെങ്കിലും പ്രശ്നത, അവർക്ക് ഈ ലൈംഗിക ശേഷിയും ഇതൊക്കെ കൂടുതലാണ്, പെണ്ണിന് ഇതൊന്നും ഇല്ല. അതാണ് ലാസ്റ്റ് പറയണ, പെണ്ണ് കെട്ടാൻ പറയുമ്പോ ഇത് നമ്മൾ പറയേണ്ട ഒരു അവസരം. ഇത് ഈ പെണ്ണ് കെട്ടാൻ പോകുമ്പോ പറയുന്നത് എന്താണ്, അവൾ എന്റെ കൂടെ കിടക്കുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല, ഞാനൊരാണല്ലേ, എനിക്ക് ആരോഗ്യമില്ലേ, ഞാൻ എന്ത് ചെയ്യൂ, ഹലാലായ സെക്സ് അല്ലേ എനിക്ക് പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കെട്ടാൻ പോണെന്നാണ് അവൻ പറയുന്നത്. ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. എന്നിട്ട് ഇവന്റെ കുടുംബക്കാര് പറയും, നീ അങ്ങനെ ചെയ്ത്, കാരണം ഈ പെണ്ണ് 5-6 പെറ്റ് കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേ, വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ, അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അപ്പൊ എന്താവും, ഈ പെണ്ണ് താനേ സൈലന്റ് ആവും, അവളെ സൗന്ദര്യം പോയിണ്ടാവും, വയറ് തൂങ്ങിണ്ടാവും, അവൾ അതൊന്നും നോക്കുന്നില്ല. അതുകൊണ്ടാണ് ഡിഗ്രിക്കുള്ള വസ്ത്രം ധരിക്കണം എന്ന് ഈ പെണ്ണുങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളൊരു സാരി ഇടുകയാണെങ്കിൽ, നല്ലൊരു ഡ്രസ്സ് ഇടുകയാണ്, നമ്മൾ എവിടെയാണെന്ന് ഒരു പെണ്ണ് ഏറ്റവും ഭംഗിയായി ഡ്രസ്സ് നടക്കാൻ തന്നെയാണ് എല്ലാ മതങ്ങൾക്കും പറയണേ. ഇവര് മാത്രം ആണ് ഇങ്ങനെ പറയുന്ന കൂട്ടര്. അപ്പൊ അതില്ലാതെ കോൺഫിഡൻസ്, അപ്പൊ അവരെന്നെ സമ്മതിക്കും, ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഇങ്ങനെ മിണ്ടാണ്ടാവും. ആ കുട്ടികളും അതന്നെയല്ലേ പഠിക്കുന്നത്, അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല. 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് പെണ്ണ് കെട്ടുന്നു, 40 ദിവസം കഴിയണതിന് മുമ്പ് പെണ്ണ് കെട്ടും ഈ ചങ്ങാതിമാര്. എന്നിട്ട് ഇവര് പറയും, കുടുംബക്കാര് പറയും, ഓനൊരാണല്ലേ, ഒരാണിന്റെ കാര്യങ്ങൾ തീർക്കാൻ ഇവിടെ ആരാ ഉള്ളത്, അതിനു വേണ്ടി അവൻ പെണ്ണ് കെട്ടുക, അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലേ. 10 പെണ്ണുങ്ങളവിടെ ആരും അറിയാതെ അവൻ പോകുന്നുണ്ട്, വീട്ടിലെ പണിക്കാരത്തിനെ വരെ അവൻ പിടിക്കൂ. ഇതൊക്കെയാണ് കള്ള സംഭവം, അതൊന്നും വെറുതെ അല്ല. ഞാനൊക്കെ ഇങ്ങനെ പറയണ എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയണേ. എന്നിട്ട് പറയും, ഇവന് പെണ്ണ് കെട്ടണല്ലോ, കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കൂ. എന്നിട്ട് ഇവരിങ്ങനെ ആ ഒരു സാധനം അവിടെ പിന്നെ ഇതാക്കിയിട്ട് ഇവന്റെ കാര്യങ്ങൾക്ക് ഒരാൾ വേണ്ടേ, അല്ലെ ഈ കുട്ടികളെ നോക്കാൻ മരിച്ചുപോയ, അപ്പൊ ഹസ്ബൻഡിന്റെ കുട്ടികളെ 5 കുട്ടികളെ ആര് നോക്കും പറഞ്ഞ് ഒരാഴ്ചക്കകം ഇവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കുക ഇവന്റെ കുടുംബക്കാരും ഇവന്റെ മഹലുവാ. അപ്പൊ ഒരു സമുദായം മുഴുവൻ ഇതിന്. പക്ഷെ നേരെ മറിച്ച് അവിടെ ഒരു പെണ്ണിനാണ് ഭർത്താവിനെ നഷ്ടപ്പെടണമെങ്കിൽ ആ പെണ്ണ് കെട്ടാൻ പാടില്ല. ആ പെണ്ണ് 3.5 മാസം 4 മാസം 10 ദിവസം ഇരിക്കണം, അവളെല്ലാം തീർത്ത് അവളെല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അവൾ അങ്ങോട്ട് ശരിയാക്കി കെട്ടുന്നതിനും അവൾക്ക് എല്ലാവിധ വിലങ്ങുകളും വെച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ഒന്നും അറിയാതെ കെട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവളെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയായി. പിന്നെ ഇവര് സ്വർഗത്ത് പോകാൻ വേണ്ടി ഇതിനു വേണ്ടിയാണ് ഈ എക്യുപഞ്ചർ. വേറൊരു സാധനം കൂടി ഉണ്ട് കേരളത്തില്, അത് എന്നോട് പല ആൾക്കാർ, ഞാൻ അതിനെപ്പറ്റി ഒരുപാട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഹിജാമ എന്ന് പറഞ്ഞൊരു പിന്നെ ചികിത്സ കൂടി, അടുത്തത് കേൾക്കാം. ഇനി ആരൊക്കെയാ ജീവൻ പോണ അതിലൂടെ എന്നുള്ളത്. കാരണം അത് അറിയാണ്ട നേഴ്സിനെ വെച്ചിട്ടുള്ള കളിയാ. അത് ശരിക്കും നേഴ്സിംഗും ഇതൊക്കെ പഠിക്കാത്ത ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമില് പ്രവാചകന്മാര് ചെയ്ത ചികിത്സയാ. ഇത് ആക്ച്വലി അത് കൊമ്പ് ചികിത്സ എന്നാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത്. കൊമ്പ് വെക്കൽ അറബിയാണ് ഹിജാമ. ഹിജാമ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ പ്രചാരത്തിന് രഹസ്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. അതെ, അതിൽ ഈ ഹിജാമ വരുന്നുണ്ട്, അതുപോലെ അക്യുപങ്ക്ചർ ഉണ്ട്, അതുപോലെ പ്രകൃതി ചികിത്സയുണ്ട്, ഇതെല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ രണ്ടും ഒന്നിച്ച് അക്യുപഞ്ചർ ചെയ്യണ ഇവന്മാർക്ക് ഹിജാമയെ അറിയാം. അതായിരിക്കും ഈ പെണ്ണിനൊക്കെ ഇപ്പൊ എന്തൊക്കെയാ കാട്ടിയിട്ടുണ്ടാവുക എന്ന് ആർക്കറിയാം. പ്രസവം എന്ന് പറഞ്ഞാൽ ഇവര് പ്രസവിക്കാൻ പണ്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കുക, ഇതിന്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ അടിയിൽ ഫുൾ സുഡാപ്പികളെ നിരങ്ങല. എന്താ നിന്റെ തള്ള പ്രസവിച്ച വീട്ടിലല്ലേ, എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ആ നാട്ടിലൊന്ന് എവിടെയോ പോണോ ഹോസ്പിറ്റലില് അന്ന്. പക്ഷെ എന്നാലും വയറ്റാട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഇതിൽ അറിയണ ആൾക്കാർ അവര് ഏൽപ്പിച്ചു വെക്കും, കൊണ്ടുപോയി നിർത്തും. പ്രസവിക്കാനായ വീട്ടില് അങ്ങനെ ഒരു അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഇവര് പ്രസവം എടുത്തിട്ടുണ്ടായിരുന്നത് ആ കാലത്തു. ഇവരെ പോലെ ഈ ഇത്തരത്തിൽ വീട്ടുപ്രസവത്തിന് മറ്റ് ജില്ലകളിൽ നിന്നും അതുപോലെ ലക്ഷദ്വീപിൽ നിന്നും പോലും സ്ത്രീകളെ മലപ്പുറത്തേക്ക് എത്തിക്കുന്നുണ്ടെന്നാ പറയുന്നത്. ലക്ഷദ്വീപിൽ സിനിമാ ലോകം പോലും ലക്ഷദ്വീപിന്റെ രക്ഷകരല്ലേ. അപ്പൊ അവിടെ എന്തും നടക്കാലോ. അവരിപ്പോ ഇസ്ലാമിക രാജ്യം, വീട്ടില് പ്രസവം, എല്ലാരും സ്വർഗത്ത് പോവാൻ ഒരുങ്ങാണ്.
അപ്പൊ മലപ്പുറം ജില്ലയ്ക്ക് ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോയി സ്ഥാപിക്കാന്ന് അപ്പൊ എങ്ങനെ കണ്ടിട്ട് തോന്നണേ? എന്നിട്ട് പറയും ഞങ്ങളാണ് സാക്ഷരത, ഞങ്ങളെ മക്കനട്ട പെൺകുട്ടികൾ നാളെ ലോകം ഭരിക്കും. ലോകം കണ്ടു. ഇതുപോലെ തന്നെ ഒരു സർട്ടിഫൈന് ഞാൻ കണ്ട അതിശയിച്ചു. എന്തിനാണ് ഇവർക്ക് അവാർഡ് കൊടുത്തത്? മീഡിയ വണ്ണിന്റെ മറ്റു പരിപാടിയാ. ദോഹയില് കുറെ മക്കനട്ട പെൺകുട്ടികൾ മുഖം മൂടിയവരൊക്കെ അവാർഡ് വാങ്ങുന്നത് എന്താ? ഇസ്ലാമിക രീതിയിൽ ലോകത്തിന് മാതൃകയായ പെണ്ണുങ്ങളെ. എന്ത് ഭാഗ്യമാണോ അവർക്ക്? മുഖം പോലും ഇല്ലാത്ത അവർക്ക് എന്ത് ഇസ്ലാമിക രീതിയാ? മുഖം അവനവന്റെ മുഖം വെളിച്ചത്ത് കാണിക്കാൻ പറ്റാത്ത ഏത് രീതിയാ ഈ പറഞ്ഞ ഇസ്ലാമിൽ തന്നെ ഉള്ളത്? ഞാൻ കണ്ടിട്ടില്ല. മുഖം അവനവന്റെ ഡിഗ്രിക്ക് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാന്നുള്ളത് ഇവർക്ക് പഠിച്ചിട്ടില്ല. അപ്പൊ ഇതിൽ ഇവർക്ക് പുതിയ ചിന്താഗതി പഴയ ചിന്താഗതി എന്നൊന്നുമില്ല. എല്ലാരും സ്വർഗത്ത് പോവാൻ. നമ്മളൊന്നും ചെറുപ്പകാലത്ത് ഇത്ര അധികം സ്വർഗത്ത് പോകല്ലായിരുന്നു. ഇപ്പോഴാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇവർക്ക് പെണ്ണ് കെട്ടാനുള്ള ഒരു വഴിയിൽ സ്കൂട്ടാക്കുക പെണ്ണുങ്ങളെ. 5, 6 ആകുമ്പോ അടുത്തതിനെ കെട്ടി ഇനി അയലുമായി. അപ്പൊ എന്തായി? ഒരു 100 മക്കൾ 5 എണ്ണൊക്കെ എപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനാവും. ഈ ഭക്ഷണ രീതി നമ്മളെ ഈ പൊല്യൂഷന്റെ ഒക്കെ. അപ്പൊ 5, 5, 10ആയി 2 പെണ്ണുങ്ങളെ കെട്ടിയ. ഓന്റെ ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു സിറാജുദ്ദീൻ ഒരു 3 പെണ്ണ് കെട്ടാനുള്ള ആഫിയത്തുണ്ട്. ഓനത് ചെയ്യും. ഇതൊക്കെ ഇപ്പൊ കേസ് 2 ദിവസം ഓനെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പുറത്തു വിടും. അത് കണ്ട് വേറെ കുറെ ഇവന്റെ മക്കളെ നാളെ അതല്ല പഠിക്കുക. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഈ ഹലാൽ ഡെലിവറി അങ്ങനെയാണ് ഇപ്പോൾ അതിനെ കോയിൻ ചെയ്തിരിക്കുന്നത്. ഹലാൽ ഡെലിവറി നേരത്തെ ജാമിദ ടീച്ചറും അതുപോലെ ശ്രീമതി നുസ്രത് ജഹാനും ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാര്യമാരെ ആവശ്യം കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംവിധാനം അങ്ങനെ നോക്കിക്കാണാനാവൂ എന്നാണ് പറയുന്നത് അല്ലേ? വലിയൊരു അളവോളം ഇത് ശരി തന്നെയല്ലേ? അല്ല, ഞാൻ അതിൽ പ്രധാനപ്പെട്ട ആദ്യം അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതായത് ഈ നമ്മുടെ ഒരു വളരെ അപകടം പിടിച്ചൊരു സാമൂഹിക വ്യവസ്ഥ ഇവിടെ നിലകൊള്ളുന്നു. ഇത്രയും ജനാധിപത്യപരമായി പുരോഗമിച്ച, അല്ലെങ്കിൽ ഇത്രയും സാങ്കേതികമായും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ വളർന്ന എല്ലാ കേരളത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാ മതവിഭാഗങ്ങളും നടത്തുന്ന ആശുപത്രികൾ, എല്ലാ സജ്ജീകരണങ്ങളുള്ള ആശുപത്രികളുണ്ട്. അല്ലെങ്കിൽ സർക്കാരിന്റെ മികച്ച സംവിധാനമുണ്ട്. കേരളത്തിന്റെ മറ്റെല്ലാ ന്യൂനതകളും നമ്മൾ കുറ്റപ്പെടുത്തിയാലും കേരളത്തിന്റെ ആരോഗ്യരംഗം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. ആ കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ പറഞ്ഞവൻ സിറാജുദ്ദീൻ എന്നല്ലേ അയാളുടെ പേര്, അയാള് ചെയ്തിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ, ഞാനത് പറയാൻ വരുമായിരുന്നു. നേരത്തെ ഞങ്ങൾ ഈ ഓഫ് ലൈൻ വന്നപ്പോ ജാമിദ ടീച്ചർ ഇവിടെ സംസാരിക്കുകയും ചെയ്തു. ഇത് ഒരു ആസൂത്രിത കൊലപാതകവും ആവാം. അതാണ് മെയിൻലി ഞാൻ റീസ് ചെയ്യാൻ വിചാരിച്ച പോയിന്റ്. അതായത് ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ മുത്തലാഖ്, എന്തൊക്കെ വന്നാലും, നിരോധനം വന്നാലും ഒന്നിലധികം പത്നിമാരെ വെച്ചുകൊണ്ടിരിക്കാനുള്ളത് ഒരു രീതിയാണ്. അപ്പൊ ഇയാള് മറ്റേതെങ്കിലും ജില്ലയുടെ മറ്റേതെങ്കിലും ഭാഗത്തോ രാജ്യത്തിന് പുറത്തോ അല്ലെങ്കിൽ മറ്റേത് സംസ്ഥാനങ്ങളിലോ ഇയാൾക്ക് മറ്റ് ഭാര്യമാരില്ലെന്നാര് കണ്ടു? ഈ സ്ത്രീ മരിച്ചതിന്റെ മരണ കാരണം അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ചൈൽഡ് ബർത്ത് എന്നത് ഒരു വിഷയമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുഞ്ഞിന്റെ ശരീരത്തിലെ രക്തം പോലും തുടച്ചു കളഞ്ഞിരുന്നില്ല. ഇത്രയും അപമാനകരമായി ഒരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഈ ചെകുത്താനെ സാധാരണ രീതിയിൽ ശിക്ഷിച്ചാൽ മതിയോ എന്ന് പോലും ഞാൻ ചിന്തിക്കുകയാണ്. ഏതായാലും അവന്റെ ഭാര്യ വീട്ടുകാർ അവനെ നന്നായി കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ പഴുതുകളും ഇവൻ പ്രത്യേക ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു മതവിഭാഗത്തിൽ പെട്ടവനായതുകൊണ്ടും പോലീസിങ് ശരിക്കും നടക്കുമോ, അവന് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത പോലും ഞാൻ ഇവിടെ കാണുകയാണ്. എന്നിട്ട് അവൻ അടുത്ത പെണ്ണ് കെട്ടും. ഇങ്ങനെ ഈ ഒരു എന്താ പറയാ മാരേജ് ഫ്രീ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവരിൽ അധികവും. പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കുഞ്ഞ് ഇത്തരത്തിൽ ഈ വീട്ടിൽ കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുക എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല. പണ്ട് കാലത്തൊക്കെ നിരന്തരമായിട്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും നമ്മുടെ കുഞ്ഞുണ്ണി മാഷൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്കൂളിൽ വിട്ട് വരുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ അനിയൻ പറന്നു എന്ന്. അങ്ങനെയൊക്കെ പല ആളുകളും ഇങ്ങനെ, നമ്മുടെ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇളയ മക്കൾ പറഞ്ഞ കാര്യം. അങ്ങനെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചൈൽഡ് ബർത്ത് അറ്റ് ഹോം, വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നേരത്തെ നുസ്രത് ജഹാൻ ജി പറഞ്ഞതുപോലെ ഒരു നല്ലൊരു മിഡ്വൈഫ് അവിടെ വേണം. നമ്മൾ വയറ്റാട്ടി എന്ന് വിളിക്കുന്ന പരിചയ സമ്പന്നയായ
ഈ പ്ലസന്റയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് കളയാനും അത് ശുചിയാക്കാനും ഇവർക്ക് പെയിൻ ഇല്ലാതെ ഡെലിവറി സാധ്യമാക്കാനൊക്കെ അറിവുള്ള ഒരാൾ അവിടെ വേണം. അത് വളരെ മസ്റ്റാണ്. ഈ കാര്യത്തിൽ ഈ മരിച്ചുപോയ സഹോദരിയുടെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. അവർ വീട്ടുതടങ്കലിൽ എന്നപോലെ പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു യന്ത്രമായിരുന്നു. ഈ കഴുതയ്ക്ക് കാമം കയറുമ്പോൾ അപ്പപ്പോൾ പോയി പ്രാപിച്ച് അതെല്ലാം തന്നെ കുഞ്ഞുങ്ങളായി വരാനുള്ള ഈ കാമവെറിയുടെ ഫലമായി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ നന്നാകുമോ? നമ്മുടെ ഭാരതീയ സിദ്ധാന്ത പ്രകാരം ആയുർവേദത്തിന്റെ ദൃഷ്ടിയിൽ ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് നമ്മൾ ആനയിക്കുകയാണ്, ഒരു ജീവനെ നാം ഭൂമിയിലേക്ക് ആനയിക്കുകയാണ്. അപ്പോൾ രക്ഷിതാക്കളുടെ മനോഭാവം വളരെ പ്രധാനമാണ്. ഈ രണ്ടുപേരും എനിക്ക് വരുന്ന കുഞ്ഞ് സുപ്രജയായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കൗസല്യ സുപ്രജ രാമ എന്ന് വിളിക്കുന്നത്. കൗസല്യയുടെ സുപ്രജയാണ്, ഗുഡ് സിറ്റിസൺ ആണ്. അതായത് ഈ വരുന്ന കുഞ്ഞ് നിയമം പാലിക്കുന്ന മര്യാദയുള്ള മര്യാദ പുരുഷോത്തമനായി വളരണം എന്നുള്ളത് ഒരു അമ്മയുടെയും അച്ഛന്റെയും പ്രഥമ പരിഗണനയുള്ള കാര്യമായിരിക്കണം. ഇത് അങ്ങനെയല്ല. ഇവൻ ഊണ് കഴിച്ച് വലിച്ചെറിയുന്ന ഇലകൾ മാത്രമായി കുട്ടികൾ പുറത്തേക്ക് വരികയാണ്. എച്ചിലിലകൾ പോലെയാണ് ഓരോ കുഞ്ഞും ഇവിടെ പ്രസവിക്കപ്പെടുന്നത്. അത് വിശേഷിച്ച് ഞാൻ അങ്ങനെ മത അടിസ്ഥാനത്തിൽ പറയില്ല, വിശേഷിച്ച് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ജനസംഖ്യ കൂട്ടുക എന്നുള്ള ഒരു ദൃഷ്ടി മാത്രമേ ഉള്ളൂ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതേപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഹലാൽ ആയിട്ടുള്ള പ്രസവം എന്ന ഒരു വിഷയം ഞാൻ ആലോചിച്ചു. പല ഇന്റർനെറ്റ് സോഴ്സസ് നോക്കിയപ്പോൾ അവരുടെ തന്നെ സൈറ്റുകളിൽ കാണുന്നത് നാളെ അള്ളാഹുവിന്റെ ഒരു ഉലമയാവാനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു മുജാഹിദീനാവാനോ വേണ്ടിയാണ് ഓരോ കുഞ്ഞും ഇവിടെ പ്രസവിക്കപ്പെടുന്നത് എന്നാണ്. അപ്പൊ ഈ ഉലമയാവാനുള്ള ആള് ടീച്ചറാണ്, റിലീജിയസ് ടീച്ചറാണ്. അയാൾ എപ്പോഴും പുരുഷനായിരിക്കും. അല്ലെങ്കിൽ മുജാഹിദീന അല്ലെങ്കിൽ ഒരു പടയാളി അല്ലെങ്കിൽ ലീഡർ ആവാനുള്ള ആള്, ജിഹാദ് ചെയ്യാനുള്ള ആളാവുന്നു, അവനും പുരുഷനായിരിക്കും മിക്കവാറും. അപ്പൊ സ്ത്രീയുടെ ജോലി എന്താണ്? ഈ ടീച്ചേഴ്സിനെയും ലീഡേഴ്സിനെയും പ്രസവിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു മതത്തിൽ സ്ത്രീയുടെ സ്ഥാനം പ്രസവിക്കുന്ന യന്ത്രം, നമ്മൾ ചപ്പാത്തി മേക്കിംഗ് മെഷീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ പ്രസവിക്കുവാനുള്ള ഒരു യന്ത്രമായി സ്ത്രീയെ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഖുറാനിൽ ഒരു ആയത്ത് വരെ വന്നിരിക്കുന്നത്. ഈ സ്ത്രീകളെ എങ്ങനെ പ്രാപിക്കണം, പുറകിൽ നിന്ന് പ്രാപിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്, അപ്പൊ നിങ്ങൾക്ക് അവളെ പുറകിൽ നിന്നോ മുമ്പിൽ നിന്നൊക്കെ പ്രവേശിക്കാം എന്നുള്ള ഒരു ആയത്തുമുണ്ട്. അതിന്റെ ബേസിക് അതിന്റെ ടെക്സ്റ്റ്, അതിന്റെ പ്രിടെക്സ്റ്റ് കൊടുക്കുന്ന ഒരു സുന്നയുമുണ്ട്, സുന്നത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് അതെ അതെ ടീച്ചർ റെഡി റെക്കണറാണ്, ജാമ്യ ടീച്ചർ ഖുറാന്റെ റെഡി റെക്കണറാണ്. LIC-കാരോട് ഭീമാ കിരണിന് എത്ര പ്രീമിയം അപ്പൊ ഉടനെ പറയല്ലേ, അതുപോലെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെയാണ് അവരെ ഭയപ്പെടുത്തുന്നത്. ഹാരിഫ് ഹുസൈനെ പോലെയും ജാമിദ ടീച്ചറെ പോലുള്ള ആൾക്കാർ ഖുറാൻ നന്നായി പഠിച്ചവരാണ്. അവരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. പഴയ പിപ്പിടി വിദ്യകളൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് ഇവരെ കൊന്നൊടുക്കിയാലും തിരക്കേടില്ല എന്നുള്ളതാണ് ഇവരുടെ പിന്നാമ്പുറത്തുള്ള പര്യാലോചനകൾ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞ് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ വീട്ടിൽ പ്രസവിക്കുമ്പോൾ. നമ്മളിപ്പോ പറയുന്ന കണക്ക് പണ്ടും ആളുകൾ പ്രസവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമല്ലോ. പണ്ട് എത്ര ഈ ചൈൽഡ് മോർട്ടാലിറ്റി വളരെ കൂടുതലായിരുന്നു. ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജന്മം കൊണ്ട് തന്നെ ചാപിള്ളയായോ ജനിച്ച ഉടനെയോ മരിക്കുന്ന സാഹചര്യം വളരെ കൂടുതലായിരുന്നു നമ്മുടെ ഇടയിൽ. നമ്മുടെ ഇടയിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിലെല്ലാം തന്നെയും വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളത് റിസ്കി ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ദൂരയാത്രകൾ ചെയ്യാൻ, ഇപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 60 കിലോമീറ്റർ പോകേണ്ടി വരും, ചിലപ്പോൾ 100 കിലോമീറ്റർ പോകേണ്ടി വരും. പോയാൽ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള ചെലവിനുള്ള പണം, ലിക്വിഡ് മണി ഇവരുടെ കയ്യിൽ ഉണ്ടാവില്ല. വലിയ പറമ്പൊക്കെ ഉണ്ടാവും, പക്ഷെ തേങ്ങ കൊണ്ട് കൊടുത്താലൊന്നും പ്രസവത്തിന് എടുക്കില്ലല്ലോ. ഇപ്പൊ ലിക്വിഡ് മണിയുടെ അഭാവം, അതുപോലെ ദൂരങ്ങളിൽ ചെന്ന് മാത്രം ചികിത്സ നേടാനുള്ള ഒരു സന്ദർഭം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഒരേ ഒരു പോംവഴി വീട്ടിൽ ഒരു വടക്കുപുറത്തോ അല്ലെങ്കിൽ ഏതൊരു മുറി, അതിനുവേണ്ടി പ്രസവ മുറിയായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പണ്ട് കാലത്ത്. പക്ഷെ മറ്റ് സമൂഹങ്ങൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വളരെയേറെ മുന്നോട്ട് പോയി. അവർ പറയുന്ന ഇതൊന്നും വേണ്ട, നമുക്കിപ്പോ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. അതായത് ഭാര്യയോടൊരു സ്നേഹം ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രഥമമായ കാര്യമാണ്. അത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദു എന്നുള്ളതല്ല. ഇത് എന്റെ വാദിയാണ്, എന്റെ ഇണയാണ് എന്നുള്ളൊരു ചിന്ത ഇവർക്കില്ല. കാരണം ഇവർക്ക് ഇത് പോയാൽ മറ്റൊന്നിനെ നോക്കി വെച്ചിട്ടുണ്ട്. 1-ാം കിളി, 2-ാം കിളി, 3-ാം കിളി, 4-ാം കിളി പാട്ടില്ലേ, അങ്ങനത്തെ അനേകം കിളികളെ ഇവർ നോക്കി വെച്ചിട്ടായിരിക്കുന്നത്. ഓരോ സിറാജുദ്ദീനും ഒരു കിളിയെ അല്ല വേണ്ടത്, ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിട്ട് പ്രസവിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അപ്പൊ അടുത്ത കിളി പിടിക്കുക, അപ്പൊ അടുത്ത കിളി പിടിക്കുക. സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ പ്രസവം നിർത്തുന്നതിന് പകരം 2 കുട്ടികളാൽ ഇവനെയാണ് സാധനം വെട്ടേണ്ടത്.
അതായത് ഈ പറഞ്ഞ ഈ പ്രസവ യന്ത്രം ഉണ്ടല്ലോ, AK-47 ഉണ്ടല്ലോ, അതിന്റെ ആ കിടുതാപ്പ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. എന്താ നമ്മുടെ വാസക്ടം പറയില്ല അത്. മൂർത്തി നമ്മുടെ കാന്തപുരം പറഞ്ഞതേ, ഒരു ഭാര്യ പീരീഡ്സ് ആകുമ്പോൾ ഇയാൾക്കൊരു അടുത്ത ഭാര്യയെ പ്രാപിക്കണം, അതിനാണ് 4 കെട്ടുന്നതെന്നാ പറഞ്ഞേ. ഞാൻ വായിച്ചാണ് ആർട്ടിക്കിൾ അദ്ദേഹം പറയുന്നത് എന്തിനാണ് ബഹുഭാര്യത്വം ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറഞ്ഞത്, ഒരു പുരുഷൻ ഒരു മാസത്തിൽ സ്ത്രീ ഒരു 7 ദിവസം പുറത്താവുമല്ലോ, അല്ലെങ്കിൽ ആർത്തവ സമയത്ത് അവർ മാറി നിൽക്കുമല്ലോ, ആ സമയത്ത് പ്രാപിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ 24 മണിക്കൂർ 365 ദിവസവും സേവനം ലഭ്യമായ ഒരു അക്ഷയ കേന്ദ്രമായിട്ടാണ് ഇവൻ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. അത് ആണുങ്ങൾക്ക് ആരോഗ്യം ഉണ്ട് എന്നാ പറയണേ, പെണ്ണുങ്ങൾക്ക് അത് വെറുതെ അത് ആരോഗ്യം എന്ന് പറഞ്ഞ ഇത് ആരോഗ്യത്തെ ആണുങ്ങൾക്ക് അത് ആണുങ്ങൾക്ക് ആരോഗ്യം. ഒരു പുരുഷൻ വേശിയായി കഴിഞ്ഞാൽ പുരുഷൻ ഒരു ദിവസം എത്ര പേരെ പ്രാപിക്കാൻ പറ്റും? സ്ത്രീ വേശിയായി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര? അത് ആലോചിച്ചാൽ മതി. ഒരു സ്ത്രീക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ ഒരു ദിവസം തന്നെ പ്ലീസ് ചെയ്യാൻ പറ്റും, ഒരു പുരുഷന് സാധിക്കില്ല അത്. അപ്പൊ ഇതൊക്കെ വെറും തട്ടിപ്പ് വാദം പറയാണ്. പുരുഷ കേന്ദ്രീകൃതങ്ങളായിട്ടുള്ള മതങ്ങൾ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇസ്ലാം മതമാണ്. അതായത് ഒരു എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, അവൻ ഒരു പ്രസവം കഴിഞ്ഞപ്പോ ഭാര്യയും ഭർത്താവും നല്ല വിദ്യാസമ്പന്നരാണ്. അവർ പറഞ്ഞു മതി, നമുക്കൊരു കുഞ്ഞു മതി. അവന്റെ ബാപ്പ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു മതപണ്ഡിതനല്ലേ, നിങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കണ്ടേ, ഇങ്ങനെ നിർത്താൻ പാടും, അള്ളാഹു തരുന്ന ഗിഫ്റ്റ് അല്ലേ, അള്ളാഹു ഈ ലിംഗം വഴി ഗിഫ്റ്റ് അയക്കുന്ന പരിപാടി നിർത്തണം പ്ലീസ്. ഈ ലിംഗം വഴി പ്രൊഫഷണൽ കൊറിയർ DTDC എന്നൊക്കെ പറഞ്ഞ ഒരു സാധനത്തിനുള്ളിൽ കൂടെ ഗിഫ്റ്റ് അയക്കുന്ന പരിപാടി അള്ളാഹു നിർത്തണം. കാരണം ഇങ്ങനെ ഗിഫ്റ്റ് അയച്ചാൽ നോക്കാൻ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ആണുള്ളത്, അല്ലാണ്ട് അള്ളാഹുവിന്റെ ഭരണകൂടം അല്ലാതെ. ഓരോ കുഞ്ഞിനുമുള്ള ചെലവ് സർക്കാരിൻ്റെതാണ്. പൊതുവിദ്യാഭ്യാസം, പൊതു ആരോഗ്യം, റേഷൻ സംവിധാനം, ജലവിതരണം എല്ലാം സർക്കാരിൻ്റെതാണ്. എന്നിട്ട് അള്ളാഹു തന്നാന്ന് പറയാം. അള്ളാഹു തന്നതാണെങ്കിൽ അള്ളാഹു തന്നെ അതിന്റെ ചെലവും വഹിക്കണം. ഇതേപോലെ സമാനമായ ഒരു കാര്യം ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ അച്യുതാനന്ദന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് ഈ കുഞ്ഞുങ്ങളുടെ ചൈൽഡ് ബർത്തിന് നിയന്ത്രണം വേണം എന്നൊരു കാര്യം എന്തോ പറഞ്ഞു. മതമില്ലാത്ത ജീവൻ എന്നൊരു ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നു. അപ്പൊ ക്രിസ്തീയ സഭ പ്രതിഷേധിച്ചു. അവർക്കും ലക്ഷ്യം ഇത് തന്നെയാണ്, ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷനിലൂടെ അധികാരം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് സംഘടിത മതങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. ചിലരത് പുറത്തു പറയും, ചിലരത് പുറത്തു പറയില്ല. മിടുക്കൻ പുറത്തു പറയില്ല, വിഡ്ഢി പുറത്തു പറയും, അത്ര വ്യത്യാസമേ ഉള്ളൂ. അതായത് അന്ന് ബിഷപ്പുമാർ പറഞ്ഞത് ക്രിസ്ത്യാനികൾ എത്ര കുട്ടികൾ ഉണ്ടാവും അത്രയും കുട്ടികൾ ഉണ്ടാക്കണം, ജീവസമൃദ്ധി എന്ന് പേരിട്ടിട്ട് സഭ പ്രചരിപ്പിച്ചു ആ കാര്യം. എന്നിട്ട് അതിൽ രണ്ടിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ 3ാമത്തെയും 4ാമത്തെയും കുഞ്ഞിന്റെയും വിദ്യാഭ്യാസത്തിന്റെ ചെലവ് മുഴുവൻ സഭ വഹിക്കുമെന്നും പറഞ്ഞു. അതായത് ഒന്നല്ലെങ്കിൽ സമാന്തര ഗവൺമെന്റുകളുടെ സാമ്പത്തിക ശേഷി, അതായത് ഒരു എക്സിസ്റ്റിംഗ് ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പാകത്തിലുള്ള ഭൂസ്വത്തും സമ്പത്തുമുള്ള ഈ 2 മതങ്ങളും ആത്യന്തികമായിട്ട് ലക്ഷ്യമിടുന്നത് ലോകഭരണമാണ്. ഇവിടെയല്ല യഥാർത്ഥ ജീവിതം സ്വർഗത്തിലാണെന്നൊക്കെ പറയുന്ന ചുമ്മാ പൊയ്യാണ്, കള്ളത്തരം പറയാണ്. ഇവിടെ ഭൂമി മാക്സിമം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷെ ഇതിൽ ക്രിസ്തു മതമല്ല, ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസം നേടിയിട്ട് ഈ ജനാധിപത്യ രീതിയുടെ ഗുണം മനസ്സിലാക്കിയിട്ട് കുറെ മാറിയിട്ട് അവർ വളരെ പുരോഗമിച്ച്, ഹിന്ദുക്കളും അങ്ങനെ തന്നെ പഴയ പല കാര്യങ്ങളും വിട്ടിട്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് ഭാര്യയ്ക്ക് അവരുദ്ദേശിക്കുന്നത് ഇവിടെ ഈ എന്റെ പാതിയായിട്ടുള്ള എന്റെ ഇണയായിട്ടുള്ള ഭാര്യയ്ക്ക് ഒരു അപകടം വരരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടി നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഡെലിവറിയുടെ ലേബർ പെയിൻ വരുമ്പോഴേക്ക് അതിന് ചികിത്സ ഉറപ്പുവരുത്തുന്നു. ഇതൊന്നും ചെയ്യാതെ 21ാം നൂറ്റാണ്ടിൽ ഒരു വർഗം ഇങ്ങനെ ഭൂമിക്ക് അപമാനമായി നടക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മതത്തിലെ ഒരു വിഭാഗമാണ്. ഞാൻ ഇന്നൊരു കാര്യം കൂടി പറയാം. വിദ്യാസാഗർ, ഇന്നൊരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന കേട്ടു. അതായത് ഇസ്ലാം മതത്തിലാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പരിചരണം ലഭിക്കുന്നത്, ഏറ്റവും വലിയ സുരക്ഷ ലഭിക്കുന്നത്. തൊട്ടിപ്പുറത്താണ് അത് കാലങ്ങളായിട്ട് അവർ തള്ളിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. രാം സ്വരൂപ് എഴുതിയ വിമൻ ഇൻ ഇസ്ലാം എന്ന ചെറിയ പുസ്തകമുണ്ട്. 100 പേജോ 120 പേജേ ഉള്ളൂ. അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ലോകത്ത് സ്ത്രീയെ കേവലം കൃഷിഭൂമിയായി കാണുന്ന, അത് 2025 കാണുന്ന ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്. അവർ പറയുന്ന സ്വാതന്ത്ര്യം എലിപ്പെട്ടിക്കകത്തെ എലിയുടെ സ്വാതന്ത്ര്യം മാത്രമാണ്. അടുത്ത PM സുരേഷ് ബാബു, ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന
കേരളത്തിലാണ് അസ്മ എന്ന യുവതി വീട്ടിലെ പ്രസവത്തിനിടയിൽ ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പാനലിസ്റ്റുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഞാനിതിനകത്ത് കാര്യമായിട്ട് പ്രതികരിക്കേണ്ടതൊരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ. കാരണം ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട എല്ലാ വികാരങ്ങളുടെ അതിനോട് പൂർണ്ണമായും ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ഞാൻ യോജിക്കുന്ന ആളാണ്. ഈ പ്രാകൃതത്തിന് ഒരു മതത്തിൻ്റെ പരിവേഷവും കൊടുത്ത് പൊതുസമൂഹത്തിനകത്ത് എല്ലാവർക്കും അപമാനകരവും ഒരിക്കലും ഒരു മനുഷ്യ വ്യക്തിയോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത കാണിച്ച വ്യക്തിയോട് കൊലപാതകം എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള നിലക്കെടുക്കുമ്പോഴും അത് ഏത് തരത്തിൽ എന്നുള്ളതല്ലെങ്കിലും കൊലയ്ക്ക് പ്രേരകമാകുന്ന രൂപത്തിൽ അവരെ കൺഫൈൻമെൻറ്റിൽ ഇട്ടിട്ടാണ് അവർക്ക് മരണത്തിലേക്ക് അടിമപ്പെട്ടു പോകേണ്ടത് എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ ഒരു സാമൂഹ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചില വാക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളോ എടുത്ത് ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൈയും കാലും ഉപയോഗിച്ചുകൊണ്ട് നിയമം മുന്നിലേക്ക് ചാടി വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവർ ഇത്രയധികം സാമൂഹ്യമായും ആരോഗ്യരംഗത്തും പുരോഗമിച്ചിട്ടുള്ള ഈ കേരളത്തിലും ഈ ഇന്ത്യ രാജ്യത്തും എന്തിനാണ് ഈ ക്രൂരത സ്ത്രീകളോട് കാണിക്കേണ്ടുന്നത്? ആ ക്രൂരതയുടെ പരിഭാഷം ഞാൻ മനസ്സിലാക്കിയുള്ള ഗുരുമൂർത്തിയുള്ളപ്പോൾ എനിക്ക് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹിന്ദു മതത്തിലും മറ്റിതര മതങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ലൈംഗിക വീഴ്ച പോലും പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമേ പാടുള്ളൂ എന്ന് സംസ്കരിക്കുന്ന ഒരു രാഷ്ട്രത്തിലെ പിറന്നവരാണ് നമ്മൾ. കാമഭ്രാന്തിൻ്റെ കാലമുള്ള അല്ലെങ്കിൽ കാമഭ്രാന്തിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹം ജീവിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. അങ്ങനെ അത്തരമുള്ള ആളുകൾ അവർ ഭ്രാന്തന്മാരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. 1, 2, 3 എന്നുള്ളതിനേക്കാൾ ഉപരി തങ്ങളോടൊപ്പം മാതാവ് എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ടല്ലോ. പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തുന്നവരാണ് മാതാവ്. ആ മാതാവിനെ ദൈവത്തിന് തുല്യമായി കാണണമെന്ന് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ അത്തരം സ്ത്രീകളെ ഈ തരത്തിലുള്ള റോങ്ഫുൾ കൺഫൈൻമെൻറ്റിലിട്ട് അവർക്ക് മരണം വിധിച്ചു കൊടുക്കുന്ന ആ പിറന്നു വീഴുന്ന കുഞ്ഞിന് ഒരു മാതാവിനെ നഷ്ടപ്പെടുന്ന അതിന് 6 മാസക്കാലം ശാസ്ത്രം പറയുന്നത് പച്ചവെള്ളം പോലും അല്ല ചൂടുവെള്ളം പോലും കൊടുക്കാതെ 6 മാസക്കാലത്തോളമെങ്കിലും മാതാവിൻ്റെ മുലപ്പാല് കൊടുത്ത് മാത്രമേ കുഞ്ഞിനെ ആധുനിക കാലഘട്ടത്തെ വളർത്താൻ പാടുള്ളൂ എന്നനുശാസിക്കുന്ന ശാസ്ത്രീയ നിയമമുള്ള കാലത്ത് ആ കുഞ്ഞിനോടും തെറ്റ് ചെയ്തിരിക്കുന്നു. ആ കുഞ്ഞിനെ പോലും ഇവരുടെ മരണത്തിലൂടെ ആ കുഞ്ഞിനോടാണ് കൂടുതലായിട്ട് തെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ചു. മൃതദേഹം പായയിൽ പൊതിഞ്ഞാണ് കൊണ്ടുപോയത്. അതും ഉണ്ടായത് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എങ്കിലും അത് ഒരു നരാധമൻ എന്നവരെ നമുക്ക് പറയാൻ കഴിയും. നരാധമന്മാർക്ക് മാത്രമേ ഇതൊക്കെ കഴിയൂ. അത് പായൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ എവിടെയൊക്കെയോ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളത് പണ്ട് കുട്ടിക്കാലത്ത് നമ്മളുടെയൊക്കെ കുഞ്ഞും കാലത്ത് കണ്ടതാ. ഇപ്പോഴൊക്കെ അതെല്ലാം മാറി നല്ല വെള്ള തുണികളിലാണ് അത്തരം മൃതദേഹങ്ങൾ പോലും ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ഇത് എന്തൊരു മനുഷ്യനെന്നാണ് ഇവരെ കുറിച്ചൊക്കെ പറയേണ്ടുന്നത്? മനുഷ്യത്വത്തിൻ്റെ ഒരു സംസ്കാരം ഇവരിൽ തൊട്ട് തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. അതിന് ഏതെങ്കിലും ഒരു മതത്തിന്റെ ചട്ടക്കൂടുകളാണ് രക്ഷാകവചമായി ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആ അതാണ് പ്രശ്നം. അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, ആ രക്ഷാകവചം അതിന്റെ ആനുകൂല്യം നിർലോഭം അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, എനിക്ക് ഒറ്റ കാര്യം താങ്കളോട് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. ആരോഗ്യ വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയല്ലേ? ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നോക്കൂ, ഞങ്ങൾ തന്നെ കഴിഞ്ഞ ആഴ്ച വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. വീട്ടിൽ പ്രസവിക്കുന്ന മുസ്ലിം യുവതികൾക്ക് അവാർഡ് വിതരണം ചെയ്തുകൊണ്ട് വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനം നൽകുന്ന കൂട്ടായ്മ
അക്വിഷ്. അവർ സമൂഹ മാധ്യമത്തിൽ അവർ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കൈമാറിയിട്ടും ആരോഗ്യവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. മാത്രമല്ല, ഈ നരാധമനെതിരെ താങ്കളിപ്പോൾ പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറഞ്ഞു, ഈ നരാധമനെതിരെ ഈ നിമിഷം വരെയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു മനഃപൂർവ്വം ഉള്ള നരഹത്യ എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പക്ഷെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും നടപടിയെടുത്തിട്ടില്ല. അല്ല, അതിൽ നമുക്ക് അതിലേക്ക് വരാം. അതിനൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു സമീപനം എന്താണ്? സമീപനം നടത്തൽ കേസുകളോ മറ്റോ കാര്യങ്ങളല്ല. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഈ നിലപാടിനും നടപടിക്കും അതിന് ഒരു സാമൂഹ്യ നീതിയുടെ ബോധമുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു തരം വക്രീകരണത്തിന്റെ മതസ്പർദ്ധകളുണ്ട്, മത രൂപീകരണങ്ങളുണ്ടല്ലോ. അതിനെയാണ് നമുക്ക് ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. അതിനോടാണ് നമുക്ക് പ്രതികരിക്കേണ്ടിയിട്ടുള്ളത്. ഇവിടെ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ആ സ്ത്രീ എനിക്ക് തോന്നുന്നില്ല, ആ സ്ത്രീ എനിക്ക് സ്വമേധയാ മരണത്തിന് കീഴ്പ്പെടാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുറത്തു വിടാതിരിക്കുകയായിരുന്നു. ആ പുറത്ത് വിടാതിരിക്കുന്നത് ആരോഗ്യവകുപ്പിനൊന്നും ചെയ്യാനില്ല. കാരണം പലരും ഒന്നും ചെയ്യാനില്ല ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഗർഭമില്ല, ഞാൻ പ്രസവിക്കാനില്ല, എൻ്റെ പ്രസവമില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെല്ലുന്ന ഈ ആശാപ്രവർത്തകന്മാർ ചെല്ലുമ്പോൾ അവരുടെ മുമ്പിൽ ഈ തൻ്റെ ഐഡൻറ്റിറ്റി, പ്രഗ്നൻസി ഐഡൻറ്റിറ്റി പ്രഖ്യാപിക്കാനോ അതിന് തയ്യാറാകാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ പിടിച്ചു വലിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊന്നും ഒരു ഭരണകൂടത്തിനും കഴിയില്ല. പക്ഷേ അതിനെ സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന ഡൈബേഴ്സ്, ആളുകൾ, അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. ഇത്തരം തെറ്റായ പ്രവണതകളെ, ഇത്തരം തെറ്റായ രീതികളെ സർക്കാർ ഇത്രയും അധികം ചെലവ് ചെയ്ത്, നാട്ടിലെ ജനങ്ങൾ ഇത്രയും അധികം ചെലവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആശുപത്രി സജ്ജീകരണങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ഒരു നിലപാടിൻ്റെ ഭാഗമായി അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആശുപത്രിയിൽ എത്താൻ കഴിഞ്ഞില്ല, ബസ്സിൽ പോകുമ്പോൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതൊരു നിലപാടിന്റെ ഭാഗമല്ല, അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഇതൊരു നിലപാടാണ്. ആ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. എനിക്ക് കഴിയില്ല, നമുക്ക് ആർക്കും കഴിയില്ല. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ പോലും അതിനെ അംഗീകരിക്കുന്നില്ല. ആ നിലപാടിനെ മാറ്റിക്കാൻ നമ്മുടെ സാമൂഹ്യമായ പ്രവർത്തനങ്ങളിൽ നടത്തേണ്ടതായിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകണം. ഇദ്ദേഹത്തിന്റെ പേരിൽ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്നൊരു പഴയ IPC ഒരു വകുപ്പൊക്കെ ഉണ്ട്. അതൊക്കെ എടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഈ രണ്ടാമത് കൊച്ചു കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിലും അത് മരണത്തോടടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിക്കൂടായികയില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള പ്രൊട്ടക്ഷൻ ഒരു സമൂഹവും കൊടുക്കാൻ പാടില്ല, ഒരു മതവും കൊടുക്കാൻ പാടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടുക്കാൻ പാടില്ല, പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇത്തരം ആളുകളെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വളരെ കടുത്ത ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയും. യെസ്, ജാനകി ടീച്ചർക്ക് പോകാൻ സമയമായി. എന്തായാലും അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പ്രതികരണങ്ങളാണ് വേണ്ടത്. മാത്രമല്ല, ഇടപെടൽ കൂടി വേണം. ആരോഗ്യവകുപ്പും അതുപോലെ ആഭ്യന്തര വകുപ്പും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ടീച്ചർ എന്തായാലും നേരത്തെ പറഞ്ഞ ആ മതപരമായിട്ടുള്ള കവചം അല്ലേ, ആ കവചത്തിനകത്ത് നിന്നുകൊണ്ട് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അത് തുടർന്നും ഇവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കില്ലേ? അതെ, ഇവര് പാരമ്പര്യ വൈദ്യം, പ്രവാചക വൈദ്യം, യൂട്യൂബ് വൈദ്യം, അക്യൂപങ്ചർ പ്രാക്ടീസ്, ഇതൊക്കെ പറഞ്ഞ് ഇതൊന്നും സർക്കാർ അംഗീകരിച്ച ചികിത്സാ രീതിയല്ല. ഇവരെ പാരലായിട്ട് ഒരു രാജ്യം സ്ഥാപിക്കുവാണ്. പൊതുബോധ സൃഷ്ടിയാണ് വീട്ടിലെ പ്രസവം എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ആധുനിക ചികിത്സാ രംഗം തീർച്ചയായിട്ടും ഇത് ഇപ്പോ കമ്പോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. എല്ലാം ബിസിനസ്സാണ്. പക്ഷേ ഇതിനെതിരെ പൊരുതേണ്ടുന്ന സർക്കാർ നിഷ്ക്രിയരായി മാറി നിൽക്കുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഭാര്യയെ വീട്ടിൽ പ്രസവിപ്പിക്കാൻ ശ്രമിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ സിറാജുദ്ദീനെ അറിയപ്പെടുന്നത്. ഒരു പക്ഷേ ഈ കുഞ്ഞു മാത്രമാണ് മരിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ പുറം ലോകം ഇത് അറിയുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുമായിരുന്നില്ല.
5ാമത്തെ പ്രസവമാണെന്ന് കൂടി ഓർക്കണം. കാക്കായ്ക്ക് ഇനി അടുത്തത് 2, 3, 4 ഒക്കെ കേട്ടാ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മുസ്ലിം സ്ത്രീകളെ കൊല്ലാൻ എന്തെല്ലാം മാർഗങ്ങളാണ്. മുമ്പ് ഒരിക്കല് ഏഷ്യാനെറ്റിൽ മുത്തലാഖിന്റെ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോ അബ്ദുള്ള പറയുവാണ് വന്നിട്ട്, അത് മുത്തലാഖ് അനുവദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാരുടെ വീടുകളിൽ സ്ത്രീകൾ കൊല്ലപ്പെടും. അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് ഒന്നുകിൽ ഇവരെ ഒഴിവാക്കണം, അല്ലെങ്കിലും ഇവരെ ഒഴിവാക്കണം, കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല. അത് ഇവർ അംഗീകരിച്ചു കൊടുക്കുവാണ്. പുരുഷാധിപത്യ സമൂഹത്തിന്റെ മേലാളന്മാരാണ് ഇവര്. അപ്പൊ പെണ്ണുങ്ങളെ കൊല്ലാൻ പ്രേമനൈരാശ്യത്തിൽ കൊല്ലാം, സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലാം. പെൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ കൊല്ലാം, പെണ്ണിനെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. ആൺ സുഹൃത്തിന്റെ പേരില്, സംശയത്തിന്റെ പേരില്, ജോലിക്ക് പോയതിന്റെ പേരില്, സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരില്, വിദ്യാഭ്യാസം നേടിയതിന്റെ പേരില്, ടൂറ് പോയതിന്റെ പേരില്, ഇപ്പോഴിതാ വീട്ടിൽ പ്രസവിക്കുന്നതിന്റെ പേരിലും കൂടിയായി. ഇങ്ങനെ അന്ധവിശ്വാസം കൊടികുത്തി വാഴുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. നല്ല പ്രീ പ്ലാൻ മർഡർ ആണ് ഈ നടന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അസ്മ എന്ന സ്ത്രീ മരിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കണ്ടുപിടിക്കണം. ഇയാൾക്ക് വേറെ പെണ്ണ് കെട്ടാം, കാരണം 5 മക്കളെ നോക്കണം, വേറെ വഴിയൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങളെ എത്രയെന്നും പറഞ്ഞിട്ടാണ് അസ്മയുടെ വീട്ടുകാർ നോക്കുക. ഇയാളെ രക്ഷപ്പെടുത്താൻ ഈ അസ്മയുടെ വീട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങും. മറ്റൊരു മാർഗവുമില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയോ പോയി, ഇനി അപ്പനെങ്കിലും വേണം. പിന്നെ മുസ്ലിം സമുദായമല്ലേ, നമ്മൾ വല്ലാതെ സംഘപരിവാറിന് അടിക്കാൻ വടി വെട്ടി കൊടുക്കണ്ട, നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അവക്ക് ഇത്ര അരിയും വെള്ളമേ പടച്ചോനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് പടച്ചോന്റെ കല കഴിഞ്ഞു പോയി. ഇതൊക്കെ ആയിരിക്കും ഇവർ പറയാം. നൈസായിട്ട് ഇവർക്ക് വേണ്ടാത്തതിനെ ഒക്കെ ഇല്ലാതാക്കും. ഇവർക്ക് ഭക്ഷണം, സമ്പത്ത്, ലൈംഗികത ഇതിനൊന്നും മുട്ടുവരാത്ത രൂപത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇവർക്കറിയാം. ഇവരെല്ലായിടത്തും പ്രശ്നമാണ്. വെള്ളിയാഴ്ച വോട്ട് ചെയ്താൽ ഇവർക്ക് പ്രശ്നമാണ്. ഇലക്ഷൻ, വാക്സിൻ എടുക്കാൻ പടച്ചവൻ പൂർണ്ണതയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിവാഹപ്രായം കൂട്ടിയാൽ അതെന്താ 8 വയസ്സിൽ മൂക്കത്തില്ലേ, എന്താ 18 വയസ്സിൽ മൂക്കത്തില്ലേ? സ്കൂൾ യൂണിഫോം ഏകീകരിച്ചാൽ നമുക്ക് ആൺവേഷവും പെൺവേഷവും മാറി മാറി നമുക്ക് പറ്റില്ല. ഏക സിവിൽ കോഡ്, മത നിയമത്തെ തൊട്ട് നിങ്ങൾ വല്ലാതെ കളിക്കരുത്. NRC, NPR ഇതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമാണ്. തുല്യ പിന്നോക്ക സംവരണം ഞങ്ങൾക്ക് അത് പറ്റില്ല. ഞങ്ങൾക്ക് ഹറാമ് പ്രശ്നമാണ്, ഹലാല് മാത്രം മതി ഞങ്ങൾക്ക്. ജിഹാദ് അല്ലാത്തതെല്ലാം ഞങ്ങൾക്ക് പ്രശ്നമാണ്. കറുത്ത പർദ്ദയല്ലാത്ത ഒരു പർദ്ദ ഞങ്ങൾക്ക് പ്രശ്നമാണ്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ 3 മക്കളെ മന്ദസായിട്ട് വളർത്തി കെട്ടിച്ചു കൊടുത്തിട്ട് ആ സ്ത്രീ ഒരു ടൂറിന് പോയി, മണാലിയിൽ പോയി മഞ്ഞു വാരിയാൽ അതും നമുക്ക് പ്രശ്നമാണ്. പാട്ട് പ്രശ്നമാണ്, ഡാൻസ് പ്രശ്നമാണ്. ഇങ്ങനെ ഭക്ഷണമടക്കം എല്ലാം ഇവർക്ക് പ്രശ്നമാണ്. മറ്റു മതവിശ്വാസികളുടെ ആഘോഷങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമാണ്. എന്നിട്ട് ഇവര് പറയും ഞങ്ങൾ വേട്ടയാടപ്പെടുന്നേ. ഇതാണ് തൊട്ടതെല്ലാം ഇവർക്ക് പ്രശ്നം. BJP ഭരിച്ചാൽ ഇവർക്ക് പ്രശ്നമാണ്. ആധാർ കാർഡിൽ ഫോട്ടോ വരുന്നത് ഇവരുടെ പ്രശ്നമാണ്. ഇങ്ങനെ തുടങ്ങി എവിടെ തൊട്ടാലും പ്രശ്നം പ്രശ്നം പ്രശ്നം. അന്യരാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുത്താൽ പ്രശ്നമാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അനുഭവിച്ചവർക്ക് പ്രശ്നമല്ല. പിന്നെ ഇസ്രായേലിൽ കയറി ഹമാസുകാർ ഇസ്രായേലിനെ കൊന്നാൽ പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്ത് വന്ദേ ഭാരത പ്രശ്നമാണ്, വന്ദേ മാതരം പ്രശ്നമാണ്, ദേശീയ ഗാനം പ്രശ്നമാണ്, ഭാരത് മാതാ കീ ജയ് പ്രശ്നമാണ്. ഇവരെവിടെ ചെന്നാൽ ആ പ്രശ്നങ്ങളല്ലാത്തത്? ഇസ്രായേലിൽ ജൂതന്മാരുമായിട്ട്, ഫ്രാൻസിൽ ക്രിസ്ത്യാനികളുമായിട്ട്, ഇന്ത്യയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ട്, മ്യാൻമാറിൽ വായി കോലിട്ട് കുത്തിയാ പോലും കടിക്കാത്ത ബുദ്ധന്മാരുമായിട്ട്, ശ്രീലങ്കയില് സിംഹള, ഇവരേതൊക്കെ ഭൂമിയിൽ കാലുകുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇവരുടേതായിട്ടുള്ള രൂപത്തിൽ ഇവര് പ്രശ്നങ്ങൾ പറയുന്ന ആളുകളാണ്. ഇവർക്ക് പ്രശ്നമാണ്. 94% ക്രിസ്ത്യൻസ് ഉള്ള ഫിലിപ്പീൻസിൽ അവരുമായിട്ട് ഇവര് പ്രശ്നമാണ്. ആഫ്രിക്കയിലെ ഏത് ഗോത്രങ്ങളെ വെറുതെ വിട്ടിട്ടുള്ളത്? യമനില് ബന്ധുക്കള്, ഇവര് മാത്രമുള്ള ഇപ്പൊ ഇറാനിൽ നമുക്കറിയാം ഇവര് മാത്രമേ ഉള്ളൂ. ഇവര് പരസ്പരം പ്രശ്നങ്ങളാണ്. ചൈനയില് റോഹിംഗ്യകളായിട്ട് ഉയിഗുർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഉയിഗുർ, അവരുമായിട്ട് പ്രശ്നമാണ്. ഫലസ്തീനില് ഇവര് ഹമാസ്, അൽഖ്വയ്ദ, ഇങ്ങനെ ലോകത്തിന്നേ വരെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ വിഭാഗമാണ്. ഇപ്പം നമ്മുടെ നാട്ടില് മതമുള്ളവരും മതമില്ലാത്തവരും തമ്മിൽ പ്രശ്നമാണ്. ഇപ്പം മുസ്ലിങ്ങൾ, അതായത് മതരഹിതർ, അവരെ ഒതുക്കുന്നതിന് വേണ്ടി ക്രൗഡ് ഫണ്ടിങ് ഇട്ട് അവരെ എങ്ങനെ ഒതുക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് എല്ലായിടത്തും പ്രശ്നങ്ങൾ. ഇപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി. ശരി, വീട്ടിലെ പ്രസവം, ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്ന കമന്റ്സ് നോക്കി ഇവരെ ആരാ വളർത്തുന്നത് നമുക്കറിയാം. എന്താ ഇപ്പൊ വീട്ടിൽ പ്രസവിച്ച കുഴപ്പം? പണ്ട് കാലത്ത് അങ്ങനെയല്ലേ സംഭവിച്ചിരുന്നത്? എത്രയോ അപകടകരമായിട്ടുള്ള പ്രസവമാണ് ആനയുടേത്. ആന വീട്ടിൽ പ്രസവിക്കുന്നില്ലേ? ആന എത്ര ആശുപത്രിയിലാണ് പോകുന്നത്? പടച്ചോൻ ഇത്രയേ അവർക്ക് വിധിച്ചിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ഇവരെ രക്തസാക്ഷിയായി വാഴിപ്പിച്ച് നാളെ ഇന്ന് സിറാജുദ്ദീനെ കൈവച്ച അസ്മയുടെ ബന്ധുക്കൾ നാളെ വന്നിട്ട് അത് പടച്ചവന്റെ വിധിയാണ്, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, കുഴപ്പമില്ല, സിറാജുദ്ദീൻ വേറൊന്ന് കെട്ടിക്കോട്ടെ, അയാൾക്ക് തുണി കഴുകി കൊടുക്കാൻ ആള് വേണ്ടേ, അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആള് വേണ്ടേ, അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അയാൾക്ക് ആള് വേണ്ടേ, കുഴപ്പമില്ല, അയാൾ കെട്ടിക്കോട്ടെ,
ആ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ, ഇങ്ങനെ പറയുന്ന ഒരു അന്തരീക്ഷവും നമുക്കൊരു പക്ഷേ ചർച്ച ചെയ്യേണ്ടി വരും. ആക്ച്വലി എല്ലായിടത്തും ഇവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ഈ ഒരു സംഭവം വന്നതോടുകൂടി ഇനിയും ഒരു പ്രസവം ഇങ്ങനെ ദുർഘടം പിടിച്ച ഒരു പ്രസവം ഉണ്ടാകുകയോ അതല്ലെങ്കിൽ ഈ അസ്മ വിളിച്ചലറിയതുപോലെ എനിക്ക് ആശുപത്രിയിൽ പോകണം എന്ന് പറയുന്ന ഒരു സീനോ ഉണ്ടായാൽ ഇതുപോലെ ഒരു സിറാജുദ്ദീൻ ഉണ്ടാകാതെ ഒരു പക്ഷേ അവർക്ക് ഒരു മാതൃക കിട്ടുമായിരിക്കും. കാരണം ഇനി നാളെ നമ്മളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യും, വാർത്തയാകും, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല, അങ്ങനെയൊക്കെ വാർത്തയാകും, കേസാകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പക്ഷേ ഇതിൽ നിന്ന് ഇവർ പിന്തിരിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ ഭാഗത്ത് നിന്ന് മതം വിട്ടിട്ടൊരു കളിയുമില്ല. നമ്മുടെ കെ എം ഷാജി പറഞ്ഞതുപോലെ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം. ഇപ്പൊ കെ ടി ജലീൽ പറഞ്ഞു എല്ലാം പിടിക്കപ്പെടുന്നത് നമ്മുടെ ആളുകളാകുന്നത് എന്തുകൊണ്ടാ? അബ്ദുൽ നാസർ മദനി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ താണ്ട പിടിച്ച് തട്ടിപ്പറിക്കുന്നതില്, കൊള്ളയടിക്കുന്നതില് വഖഫ് സംഘം എന്നാണ് ഏറ്റവും മുന്നിലെന്ന് ഫസൽ ഗഫൂർ കഴിഞ്ഞ ദിവസം ഏഷ്യനെറ്റ് വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇവർ എവിടെയാണ് പ്രശ്നമെന്ന്. പക്ഷേ ഇവരത് സമ്മതിക്കാനോ മത നേതൃത്വം ഇതിനെ കൺവിൻസ് ചെയ്യാനോ സാധിക്കുന്നില്ല അവർക്ക്. ഓക്കെ ടീച്ചർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ നുസ്രത്ത് ജഹാൻ, നോക്കൂ, ഇത്രയും വലിയ ദാരുണ സംഭവം നടന്നിട്ടും മതമേധാവിത്വം മൗനത്തിലാണ് കേട്ടോ. ഒരാളും പ്രതികരിച്ചിട്ടില്ല. ഒരു മുസ്ലിം സംഘടനയുടെ നേതാവ് പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടില്ല. എല്ലാവരും മൗനത്തിലാണ്. മാത്രമല്ല നമ്മുടെ സോക്കോൾഡ് സാംസ്കാരിക നായകന്മാരും ഒന്നും ഉരിയാടിയിട്ടില്ല ഈ നിമിഷം വരെ. ഈ സോക്കോൾഡ് സാംസ്കാരിക നായകന്മാര് ശരിക്കും പറയുകയാണെങ്കിൽ അവര് ഹലാലുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഓരോ സംഗതിക്ക് ഏതാണോ അവര് കണ്ണടയും വെച്ച് ഇറങ്ങി മെഴുകുതിരി കത്തിക്കലും പ്രതികരിക്കലും ഒക്കെ എന്തിനാണെന്ന് ഇപ്പൊ ശരിക്കും മനസ്സിലായി കഴിഞ്ഞ കാലഘട്ടത്തിൽ. അവരെ പിന്നെ നമ്മളാരും ഇപ്പൊ മൈൻഡ് ചെയ്യാത്തിട്ടോണ്ട് ഇപ്പൊ അത് കുറച്ച് സമാധാനം ഉണ്ട് അതില്. എന്നാൽ അവർക്ക് അത്രേ പറ്റുള്ളൂ, അതിന്റെ അപ്പുറത്തുള്ള ഒന്നും പറ്റില്ല. പിന്നെ മുസ്ലിം ലീഗ് ഒന്നും അങ്ങനെ പറയില്ല, മതപണ്ഡിതന്മാരും പറയില്ല ഇതിനെതിരെ. കാരണം ഇത് ഒരു സ്വർഗത്ത് പോയി ആ പെണ്ണിപ്പോ പ്രസവിച്ച് മരിച്ചാല് സ്വർഗത്തിൽ അങ്ങക്കറിയോ, ചോദ്യം ഇല്ലാതെയാണ് കബറില്. അവിടെ എത്തി കബറില് അന്ന് രാത്രി ചോദ്യം ചെയ്യുമ്പോ ആ ചോദ്യം ഇല്ല ആ പെണ്ണിനെ. അപ്പൊ എല്ലാരും നാളെ തൊട്ടത് പറയും. ഇന്നിപ്പോ എതിർത്ത കുടുംബം വരെ നാളെ അവർക്ക് വേണ്ടിയിട്ട് പറയും അവള് സ്വർഗത്ത് പോയി, അവൾക്ക് അത്രയേ ഉള്ളൂ, വിധിയാണ്, ഈ കുട്ടികളെ നീ നോക്കാനും ഓനൊരു പെണ്ണ് കെട്ടിക്കോട്ടെ, അത്രയേ ഉള്ളൂ സംഗതി. പിന്നെ കുട്ടികളുണ്ടായി സ്കൂട്ടായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണോ ഇവര് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊരു ഒഴിവാക്കിയ കേസുകൾ നമ്മൾ കാണുമ്പോ മുത്തലാഖ് ചൊല്ലി വേറെ പെണ്ണ് കെട്ടുമ്പോ ആ പെണ്ണ് ജീവിത പ്രാരാബ്ദങ്ങൾ കുട്ടികളെ നോക്കി ഒരു കുട്ടീനെ സ്കൂളിൽ പറഞ്ഞയച്ച് പഠിപ്പിക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഈ കാലത്തൊന്നും. പണ്ടൊക്കെ അങ്ങനെ എവിടെന്നെങ്കിലും അവരെ ഇഷ്ടം പോലെ പഠിക്കും, ഗവൺമെന്റ് സ്കൂളിൽ പോകും, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെല്ലാം ചിട്ടയോടെ ഏത് കുട്ടികളും ഇവരൊക്കെ പോകുന്നുണ്ടല്ലോ. കണക്ക് കാണിക്കാതെ സ്കൂളിൽ ചേർത്ത സ്കൂളും ഇതൊക്കെ ബാലവാടിയൊക്കെ അവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അലിഫ് ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും വേണ്ട. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു വലിയ ടാർഗറ്റിന്റെ ഒരു ഇതാണ്. ഇപ്പൊ എന്നെ ഇപ്പൊ ഇപ്പൊ വന്ന് തെറിയ തുടങ്ങും. ഞാൻ ഇസ്ലാമിനെ പറ്റിയിട്ട് പറയണത് പിന്നെ ഹിന്ദുക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാണ്, സംഖ്യകൾക്ക് ഞാൻ കണക്ക് പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഉള്ളിൽ നടക്കണം. അതുകൊണ്ടാണ് എന്നോട് പുറത്തു പോകാൻ പറയുന്നത്, എന്റെ പേര് മാറ്റാൻ. എന്റെ പേര് മാറ്റാൻ അവരാരാ? അപ്പൊ ഞാൻ ഈ കണക്കുകൾ ഇതിന്റെ ഉള്ളിൽ നടന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. എന്നോടുള്ള വൈരാഗ്യം എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്നറിയോ? ഞാൻ ശബ്ദിക്കണത് അത് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് ഇത്ര കാലം കൊണ്ട് അവരെ ഏറ്റവും അടുത്തറിയാവുന്ന പഠിച്ച് അറിഞ്ഞ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നതാ. ഇപ്പോ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിന് എല്ലാവരും എനിക്കൊരു കുട്ടിയായോണ്ട് എന്നെ കളിയാക്കാൻ വേണ്ടി വന്ന കാലഘട്ടം ആലോചിച്ച് ഞാനും എന്റെ മോളിപ്പോഴും ചിരിക്കും. കാരണം ഒരു കുട്ടി മതി എന്ന് പറഞ്ഞാൽ എന്റെ ജോലി തിരക്കിന്റെ ഇടയിൽ ഓടി നടക്കുന്ന ഞാൻ 14 വർഷം ഉറങ്ങാതെ ജോലി ചെയ്ത ആളാ എയർപോർട്ടില്. അപ്പൊ ഞാൻ എന്റെ ജോലി ഓരോ സ്റ്റേഷൻ ടു സ്റ്റേഷൻ ഒരു കുട്ടീനെയായിട്ട് എനിക്ക് പോവാനും നിൽക്കാനും എന്റെ വീട്ടിലത്തെ കാര്യം നോക്കാനൊക്കെ അവളെ കുട്ടിക്കാലത്ത് പറ്റും. അപ്പൊ ഏറ്റവും വലിയ എന്റെ മേലെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അപരാധം എന്താണ്? ഞാൻ ഏത് സദസ്സിൽ വരുമ്പോ എന്നെ പരിഹസിക്കുക വലിയ വലിയ ആൾക്കാർ ഇരുന്നിട്ട്. അങ്ങനെ ഞാൻ എല്ലാം ഒഴിവാക്കേണ്ടി വന്നു. ഓരോ സദസ്സിൽ ഇവരെ കൂട്ടത്തിൽ പോകുമ്പോ സൗന്ദര്യം പോകുന്നോണ്ടാണോ ഇനി പ്രസവിക്കാത്ത രണ്ടാമത്തെ ആൾക്കാരെ ഇടയിൽ വെച്ച് നമ്മളോട് ചോദിക്കുക. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നാണം കെട്ട ചോദ്യമായിട്ടേ തോന്നുള്ളൂ. എന്നെ ഉപദേശിക്കാൻ വരിക, ഇതിങ്ങനെ ചെയ്യണം. അതൊക്കെ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തില് എന്താണ് തീരുമാനിക്കണം, ആ കുടുംബത്തിലും അവര് തീരുമാനിച്ചിട്ട് ചെയ്തോട്ടെ വിചാരിക്കേണ്ടത്. ഭർത്താവ് ഇനി ആരോടോ കംപ്ലൈന്റ് പറഞ്ഞാലും വേറൊരുത്തൻ അത് ചോദിക്കാനും ചർച്ച ചെയ്യാനും കുട്ടികളില്ലാത്തതിനെ പറ്റിയിട്ട് പിന്നെ കമ്മിറ്റി കൂടാനൊക്കെ ആരെങ്കിലും വരുമോ ഈ ലോകത്തൊന്ന് ആലോചിച്ച് നോക്കിയേ.
അപ്പൊ ഇതൊക്കെ കണ്ടും കേട്ട് തന്നെ വന്ന് ഒരു കുട്ടീനായിട്ട് ഞാൻ ജീവിക്കുമ്പോ എനിക്കറിയാം ഒരറ്റത്തുനിന്ന് ഒരറ്റത്ത് എത്തിക്കാനും അവരെ പഠിപ്പിച്ച് വലുതാക്കാനുള്ള പണി എന്താ. ഒന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു എന്ന് ഞാൻ തന്നെ ആലോചിക്കുന്ന എത്രയോ സമയങ്ങളുണ്ട്. അപ്പൊ എന്താ അറിയാ, അതിൽ അജണ്ട എന്താ അറിയോ, 2 കുട്ടികളെ 3 കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ പെണ്ണ് അവരെ വിട്ട് എവിടെയും പോവില്ല, അവള് ജോലിക്ക് പോവില്ല, അത് അടിമയായി അവിടെ ഇരിക്കും. ഈ പെണ്ണിനെ പുറത്തിറക്കിയ ഓല് നരകത്ത് പോകുന്ന വിചാരിച്ചിട്ടാ പേടി. അപ്പൊ അതുകൊണ്ട് അവര് പറയും ഭാര്യ മക്കളും നരകത്ത് പോയാൽ ഓൽക്ക് ക്ഷീണല്ലേ, ഓൽക്ക് അവിടെ പ്രശ്നവും. അതുകൊണ്ടാണ് നമ്മളെ തട്ടടിക്കാനും പ്രസവിക്കാനും ഇതിനൊക്കെ വേണ്ടേ. അപ്പൊ മുസ്ലിം ലീഗിന്റെ ആൾക്കാർക്ക് എത്ര പ്രസവിച്ച് എത്ര മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് നോക്കുക. ഓർക്ക് അതേ ആവശ്യമുള്ളൂ. പിന്നെ ബിരിയാണി കൊണ്ടാക്കി കൊടുക്കാനും ഓരോ പെണ്ണുങ്ങളെ ഇനിയിപ്പോ ഓരോ വീട്ടിലത്തെ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു അപമാനം വന്നാൽ ഒരു പ്രതികരിക്കോ? നമ്മൾ കണ്ടല്ലേ ഹരിത ഗ്രൂപ്പിൽ ഒരു പെണ്ണിനെ അപമാനിച്ചപ്പോ എന്താ മുസ്ലിം ലീഗ് ചെയ്തത്? ഇപ്പൊ ഇരിക്കുന്ന തങ്ങളൊക്കെ എന്നാലും തങ്ങളെ കോലം കത്തിച്ച് അത്ര അവസ്ഥയിലൊക്കെ അവർ കൊണ്ടുപോയി. പാണക്കാട് തങ്ങന്മാരെതിരെ കേരളം ശബ്ദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം എത്തിച്ച ഈ നാറിയ ലീഗ് വർഗങ്ങൾ തന്നെയാ. അതൊന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ നമ്മൾ ഈ ബിംബങ്ങളായി വെക്കുന്നവരെ ബിംബങ്ങളായി തന്നെ വെച്ച് പോരുക എന്നുള്ള ഒരു സങ്കല്പം പോലും അവർക്കില്ലാത്ത മന്ദബുദ്ധികളാണ്. ആ സമയത്തിലേക്ക് അവരെ എത്തിച്ചത് ഈ ജാതി കാട ചിന്താഗതികളും പെണ്ണിനെ ഒതുക്കാൻ നടക്കുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടോ. ഇപ്പൊ ഇതിനൊക്കെ ഇയാൾക്ക് ചൂട്ടുപിടിക്കാൻ ആൾക്കാർ വരൂ. കാരണം ഇത് ഇസ്ലാമികമാണ്, വീട്ടിൽ പ്രസവിച്ചാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല, ഇത് ഈ ലോക രാജ്യങ്ങളിൽ വരെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമികത്തിന്റെ സ്വർഗത്ത് പോണ വഴി ഉണ്ടാക്കും. ഇതിനൊന്നും ഇനി അനുവദിച്ചു കൊടുക്കരുത്. ഇതിനൊക്കെ നിയമം 21 വയസ്സാകുമ്പോ എന്നതിന് ഇത്ര കരഞ്ഞെന്തിനായിരുന്നു? ആർക്കിരുന്ന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായ മുസ്ലിം ലീഗിന്, എന്തുകൊണ്ട് മതപണ്ഡിതന്മാർക്കോ? ഇവിടെയൊക്കെ ആലോചിച്ചിട്ടാ ഇവിടെയുണ്ട് ഈ ബീഹാറിലൊക്കെ ഉള്ള ചെറിയ പാവപ്പെട്ട ആൾക്കാർ 18 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണം. എത്രയോ ഇതൊക്കെ കണ്ടാണ് ആക്ച്വലി ഈ രാജ്യത്തിന് വേണ്ടിയാണ് പിന്നെ മോദി അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷെ ഞങ്ങളെ പെണ്ണുങ്ങളെ, കാരണം എന്താ വെച്ചാ 21 വയസ്സാകുമ്പോ ആ കുട്ടി 2 എണ്ണം പ്രസവിച്ചു. അപ്പൊ ഈ മെഷീന്റെ സമയം കഴിഞ്ഞു പോവുകയാണല്ലോ, പ്രസവ യന്ത്രത്തിന്. അതിനു വേണ്ടിയാണ് ഇതൊക്കെ ശക്തമായി എതിർത്തേ പറ്റൂ. ഓക്കെ വിദ്യാസാഗർ, ഈ ബർത്ത് കൺട്രോൾ അല്ലേ, അതുകൂടി റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ അല്ലേ? ഇത്തരം സംഭവങ്ങൾ അതുകൂടി ഓർമ്മിപ്പിക്കുകയല്ലേ? ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു നിയമം നിർമ്മിക്കുമ്പോൾ ജനതയുടെ ഒരു പരിച്ഛേദം, ആ ജനത എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിഭവ ശേഷി എത്രത്തോളം ഉണ്ട്, എത്ര കുഞ്ഞുങ്ങളെ നമുക്ക് ഇനിയും പഠിപ്പിക്കുവാനും ജോലി കൊടുക്കുവാനും അല്ലെങ്കിൽ മറ്റ് പൊതു രംഗങ്ങളിൽ എത്തിക്കുവാനും കഴിയും. ഒരു രാജ്യത്തിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം തകർന്നു പോകും. അത് ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ നടക്കും. ഭാരതം ഓൾറെഡി ഓവർ സ്റ്റഫ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ പഞ്ചായത്തും നോക്കൂ നിങ്ങൾ, ജനങ്ങൾ ക്രൗഡഡ് ആണ്. പക്ഷെ ഇസ്ലാം മതത്തിന്റെ ഒരേ ഒരു ദൃഷ്ടി എന്ന് പറയുന്നത് പരമാവധി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുക. കാരണം ജനാധിപത്യപരമാണെങ്കിലും അല്ലാത്തൊരു ഡേറ്റായിലൂടെ ആണെങ്കിലും ജനസംഖ്യ വളരെ പ്രധാനമാണെന്ന് അവർക്കറിയാം. ആളെണ്ണം കൂടുന്നതനുസരിച്ചിട്ട് മതം വളരുമെന്നും ആ മതം മറ്റു മതങ്ങളെക്കാൾ വളർന്നാൽ പെർസെൻറ്റേജിൽ അപ്പോൾ അവിടെ അട്ടിമറി ഭരണം കൊണ്ടുവരാം എന്നുള്ളത് ഇവരുടെ പണ്ട് മുതലേ ഉള്ള ഒരു പ്രയോഗിച്ച് സിദ്ധിച്ച ശാസ്ത്രമാണ്. അപ്പൊ അതിലേക്ക് നിന്നു കൊടുക്കാതെ ഈ സർക്കാരുകൾ ചെയ്യേണ്ടത് 2 കുട്ടികൾക്ക് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുരുഷന് ഈ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധിത ഷണ്ഡീകരണം പോലും ആലോചിക്കേണ്ട. ഞാനിപ്പോ പറയുമ്പോ തമാശയായിട്ട് തോന്നും, നോക്കിക്കോളൂ ഈ അവസ്ഥയിലേക്കാണ് ലോകം മുഴുവൻ പോകുന്നത്. ഇതൊരു അത്ഭുതകരമായ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലിയൊരു ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷനിലേക്കാണ് പോകുന്നത്. ജനസംഖ്യ അതുകൊണ്ടാണ് സർ ഒന്ന് കേറിക്കോട്ടെ, അത് ഇതിൽ കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഹിന്ദു ഡോക്ടറിന്റെ അടുത്ത് സ്ത്രീകളെ പറഞ്ഞേക്കാത്തത്. പ്രസവിക്കുന്ന കൂടെ അവർക്ക് ഇനി കുട്ടികളില്ലാതിരിക്കാനുള്ള വന്ധീകരണം കൂടി ചെയ്ത് കളയും അറിയാതെ എന്ന് വിചാരിച്ചിട്ടാണ് ഹിന്ദു ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് മുസ്ലിം സ്ത്രീകൾ പോവാൻ പാടില്ല പറയുന്നത്. വീട്ടിൽ വെച്ച് പ്രസവിക്കുന്ന അതുകൊണ്ടാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, എന്റെ അടുത്തൊരു സുഹൃത്ത്, ഞാൻ അവരോട് മുസ്ലിം സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, അയാൾക്ക് 5 കുട്ടികളാണ്. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ പറയുന്ന അള്ളാഹു തന്നതാണെന്ന് പറയുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇണയോട് കാമം ജനിക്കുകയും ഇണയെ പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടായ ഒരു കുട്ടി ആരോ തന്നതാണെന്ന് പറയുന്നത് തന്നെ ഒരു അപമാനമല്ലേ
എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് കൊള്ളാത്തോണ്ടാണ് നിങ്ങളെ അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നിലും അരയിലും ഒക്കെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. 1 മില്ലിമീറ്റർ ശുക്ലത്തിൽ 20 മുതൽ 150 മില്യൺ വരെ സ്പേംസ് ഉണ്ട്. അതിൽ ഒരു ബീജമാണ് കുഞ്ഞായിട്ട് പരിണമിക്കുന്നത്. അത് ചേർന്നിട്ട്, അണ്ടത്തോട് ചേർന്നിട്ട് ഇനി എല്ലാം ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഒരു തുള്ളി ശുക്ലം കൊണ്ട് അത് ഓരോ ബീജം ഓരോ ഗർഭപാത്രത്തിൽ വെക്കാൻ പറ്റി നിങ്ങൾ സന്തോഷിച്ചേനെ. പക്ഷെ ഇതിനൊക്കെ ആര് ചെലവ് കൊടുക്കും? ഈ ലോകം തകർന്നു പോവില്ലേ? അതൊക്കെ പഠിച്ചോ നോക്ക്. ആ പടച്ചോൻ ഒരു കുന്തവും നോക്കില്ല. പടച്ചോൻ നോക്കുന്ന കാര്യം ഞാൻ പറയാം. പടച്ചോൻ നോക്കുന്ന കാര്യം ഞാൻ പറയാം. ഈ ഒരു മിത്തിക്കൽ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലുണ്ടായ ഒരു ഭാവനയെ കോടാനുകോടി ജനങ്ങളിലേക്ക് അവർക്ക് മാനസികമായ ആശ്രയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് അള്ളാഹു എന്നോ കർത്താവെന്നോ ഈശ്വരനെന്നോ എന്ത് പേരിലും വിളിച്ചോളൂ, അതിലൊന്നും തെറ്റില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് രാജ്യദ്രോഹമാവുകയും അത് നിങ്ങൾ ദൈവം തന്നെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇവിടെ ഞാൻ പറയുന്നത്, ഒരു ബ്രെഡ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾക്കിത് 5 പേർക്കും എത്തിക്കാൻ പറ്റണം. അവിടെയാണ് വിഭവശേഷിയുടെ സമർത്ഥമായ വിനിയോഗം നടക്കുന്നത്. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ 5 പിള്ളേരുണ്ട്, പിന്നെ അയൽക്കാരനെ ഞാൻ അങ്ങനെ കൊടുക്കും. അപ്പൊ ഇവർക്ക് ആ ചിന്ത പോയിട്ടില്ല. ഇവരെ സംബന്ധിച്ച് ഇവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മത നിയമങ്ങളാണ് എല്ലാറ്റിനേക്കാളും പ്രധാനമെന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ, KM ഷാജിയൊക്കെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. ഈ KM ഷാജിയുടെ പാർട്ടി തന്നെയാണ് പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിനെതിരെ സമരം നടത്തിയിട്ട് അതിലൊന്നും ഇല്ലാത്ത ഒരു അഗസ്റ്റിനെന്നോ മറ്റും പറഞ്ഞൊരു അധ്യാപകനെ ചവിട്ടിക്കൊന്നത് ലീഗിന്റെ പ്രവർത്തകരാണ്, യൂത്ത് ലീഗുകാരാണ്. ഓർക്കുന്നുണ്ടോ അത് അനിൽജി? അതെ. ടെക്സ്റ്റ് ബുക്ക് വിവാദം, MA ബേബിയുടെ മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗം വന്നപ്പോ ഇവർ സമരം നടത്തിയപ്പോ അവിടെ അതിലൊന്നും പെടാതെ എന്തോ പെൻഷൻ വാങ്ങാനോ മറ്റും വന്ന ഒരു അധ്യാപകനെ ഇവർ ചവിട്ടിക്കൊന്നു. അതായത് മതത്തിന്റെ പേരിൽ എന്ത് ക്രൗര്യവും ചെയ്യുക, രാജ്യദ്രോഹം ചെയ്യുക, കള്ളനോട്ടടിക്കുക, ഹുണ്ടി എക്സ്ചേഞ്ചുകൾ നടത്തുക എന്ന് മാത്രമല്ല മലദ്വാരത്തിൽ ഈ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന വിധത്തിൽ സ്വർണം കടത്തുക, എല്ലാ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ട് ഞങ്ങൾ വിശുദ്ധന്മാരാണ്, ഞങ്ങളുടെ ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പരമകാരുണികനാണ്. ഇത് ഞാൻ ഒരൊറ്റ ചാലഞ്ചാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. അത് പക്ഷെ ആ ചാലഞ്ചിൽ ഞാൻ അടക്കമുള്ള ഒരു പട്ടിണി നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആരും ചാലഞ്ച് ചെയ്യാത്തത്. ഒറ്റ ചാലഞ്ചാണ്. ഞങ്ങൾ ഒരു 10 ദിവസം മാറി നിൽക്കാം. മോദിയും വേണ്ട, അമിത്ഷായും വേണ്ട, യോഗിയും വേണ്ട, പിണറായി വിജയനും വേണ്ട, ആരും വേണ്ട. സർക്കാർ സംവിധാനം പൂർണ്ണ നിശ്ചലമാക്കാം. അള്ളാഹു ഒന്ന് ഭരിച്ചു കാണിക്കട്ടെ 10 ദിവസം. ഇവിടെയുള്ള ഓരോരുത്തരും കടന്നിന് മണ്ണ് തിന്നും. അപ്പൊ ഈ വലിയ വീരവാദമൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്, നിയമവ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ സമാധാനമായിട്ട് കടന്നുറങ്ങുന്നതും ഭാര്യയെ പ്രാപിക്കുന്നതും അവളെ പ്രസവ യന്ത്രമായി ഉപയോഗിക്കുന്നതും. എന്നിട്ട് ഇത് അള്ളാഹു തന്നെന്ന് പറയുമ്പോൾ അത് തന്റെ കുഞ്ഞിനെ മറ്റൊരു പിതൃത്വം ആരോപിക്കുന്നതിനേക്കാൾ മോശമാണ്. ഇതില് ഇപ്പൊ നടന്ന വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ക്രിമിനൽ ഗ്യാങ്, അതായത് അഖീക്ക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടല്ലോ. ഈ അഖീക്ക എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ച ശേഷം 7-ാം ദിവസം നടത്തുന്ന ഒരു സെലിബ്രേഷൻ ആണ് ഇവരുടെ ഇസ്ലാമിക സങ്കല്പത്തിൽ. അതിലൊന്നും തെറ്റില്ല. അത്തരമൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇതിങ്ങനെ, നിങ്ങൾ നമ്മുടെ നാട്ടിന്റെ വ്യവസ്ഥ അറിയാമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഹർത്താലിൽ ലഹള നടത്തിയ കുപ്രസിദ്ധമായ മുട്ടപ്പപ്സ് ലഹള SDPI നടത്തിയത്, കുപ്രസിദ്ധമായ മുട്ടപ്പപ്സ് ലഹള, ബേക്കറി ലഹള, ബേക്കറി കൊള്ളയടിച്ചത്, ആ ഒരു ബേക്കറി ഉടമയെ പീഡിപ്പിച്ചു വിട്ടിട്ട് അവിടുന്ന് ബേക്കറി സാധനങ്ങളൊക്കെ കട്ട് തിന്ന ഈ കാട്ടുപന്നി ആക്രമണം പോലെ നടത്തിയവരാണ് ഇവർ. അതൊക്കെ ഇവർ ആസൂത്രണം ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയും മറ്റുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ നിരോധിക്കാനും നിയന്ത്രിക്കാനും സർക്കാർ സംവിധാനങ്ങൾ കഴിയേണ്ടതാണ്. ഇവിടെ വീട്ടിൽ പ്രസവിക്കുക എന്നൊക്കെ പറയുന്ന അതിന് ചില ആളുകളുണ്ട്. അതായത് ഇപ്പൊ തൽക്കാലം സൂഫിസം എന്നാണ് അവർ പറയുന്നത്. തൽക്കാലം മൃദു ഇസ്ലാം, അതായത് എല്ലാം കൊള്ളാം, ഭക്തി കൊള്ളാം, ഹിന്ദുക്കൾ ഇതും കൊള്ളാം, ഞങ്ങളതും കൊള്ളാം, യുനാനി കൊള്ളാം, ആയുർവേദം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൃദു ഇസ്ലാമിനെ അവതരിപ്പിക്കും മുഖംമൂടിയായിട്ട്. ഇവരെല്ലാം തന്നെയും 1-ാം തരം രാജ്യദ്രോഹികളാണ്. ഇവർ ചെയ്യുന്നത് ഇത്തരത്തിൽ പഠിച്ചിട്ടുള്ള MBBS കഴിഞ്ഞുള്ള ഡോക്ടേഴ്സിനെ പോലും സ്വാധീനിച്ച് കൊണ്ടുവന്നിട്ട് പ്രസവം വീട്ടിലാക്കുന്നതിന്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ ഒരേ ഒരു കാരണം, ഔറത്ത് മറ്റുള്ള പുരുഷന്മാരോ മറ്റു മതസ്ഥരായ സ്ത്രീകളോ കാണും എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള സിറാജുദ്ദീൻ എന്ന മതപണ്ഡിതന് ഒരു വയറ്റാട്ടി സ്ത്രീയെ നിർത്താൻ പറ്റാത്തത്?
അപ്പോഴും അവിടെ വയറ്റാട്ടികളായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഹിന്ദു സ്ത്രീകളായിരിക്കും. ഹിന്ദു സ്ത്രീ അതാണ് ഹലാലാവൂല. അതായത് മതം തിന്നുക, മതം കുടിക്കുക, മതം ശ്വസിക്കുക, വായിലൂടെ മതം വിസർജിക്കുക, ഇതാണ് ഇവരുടെ പരിപാടി. അപ്പൊ ഈ ഒരു ടീമിനെ, ക്രിമിനൽ ഗ്യാങ്ങിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ഒരു സുപ്രഭാതത്തിൽ ഇവർ അട്ടിമറിക്കും. കാരണം അതിനുള്ള ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷന് വേണ്ടിയിട്ടാണ് ഓരോ കുഞ്ഞിനെയും അവർ ആസൂത്രിതമായി പ്രസവിപ്പിക്കുന്നത്. അതിൽ കുഞ്ഞു മരിച്ചാൽ അവർക്ക് വേദനയില്ല. ഇത്രയും കാലം കൂടെ നിന്ന് ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത ഭാര്യയോട് ഒരു തരിമ്പ് സ്നേഹമില്ല. അപ്പൊ അത്രയ്ക്കും ക്രൂരന്മാരായ ഇവരെ, ഞാൻ പറയുന്നത് നിയമപരമായിട്ട് ഇവരെന്ന് വെച്ചാൽ ഹൂഎവർ ഇറ്റ് ഈസ്, ഞാൻ അടക്കമുള്ള ആരാണെങ്കിലും 2 കുട്ടികൾക്ക് അപ്പുറത്തേക്ക് ഒരു കുട്ടി ഉണ്ടാവുകയാണ്, അത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ യുക്തിവാദിയോ ഒന്നും ചിന്തിക്കരുത്, ആ പുരുഷനെ വന്ധ്യീകരിക്കണം. അല്ലെങ്കിൽ ഇവിടെ നോക്കൂ, തെരുവ് നായ്ക്കൾ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയിലല്ലേ ഇവന്റെയൊക്കെ പ്രസവം നടത്തുന്നത്. അല്ല, തെരുവ് നായ്ക്കളെ പോലും തെരുവ് നായ്ക്കൾ പോലും ഇങ്ങനെ അപമാനിച്ച് പ്രസവിക്കുന്നില്ല. ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു ഡിഗ്നിറ്റിയും കൊടുക്കാതെ അവരെ കൊന്നു കളഞ്ഞിട്ട് ഇവനൊന്നും ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കരുത് എന്ന് സർക്കാർ ഉറപ്പുവരുത്തണം. അതാണ് ഇവനൊക്കെ ക്രിമിനൽ ആയിട്ട് കാണുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ PM സുരേഷ് ബാബു, താങ്കളിലേക്ക് വരാൻ സമയമില്ല. അസ്മയുടെ ദുർമരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്കിലും വീട്ടിലെ പ്രസവങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി മുസ്ലിം സമൂഹത്തിലെ യുവതികൾ, സ്ത്രീകൾ എങ്കിലും ചുരുങ്ങിയ പക്ഷം ബോധവതികളാവണം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.